Good afternoon. Okay. Good afternoon, Miss. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് തുടങ്ങാം. ഞാൻ കഴിച്ചിട്ട് മായ കഴിച്ചിട്ട്. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് നമ്മുടെ തുടങ്ങാം കേട്ടോ. നമുക്ക് ക്ലാസ് തുടങ്ങാം. നമ്മുടെ ലബോറട്ടറി സർവീസിന്റെ ഏതൊക്കെ ഭാഗങ്ങളാണ് നമ്മൾ ഇനി കണ്ടത്? പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സിലെ 4ാമത്തെ പോയിന്റ് തൊട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് അല്ലെ. ലബോറട്ടറി റെക്കോർഡ് എന്താണ് നമ്മൾ മനസ്സിലാക്കി, HAS എന്താണ്, LAS എന്താണ് അല്ലെ കണ്ടു. പിന്നെ ഒരു ലബോറട്ടറി റെക്കോർഡിനകത്ത് ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ അല്ലെ, എന്തൊക്കെ റെക്കോർഡ്സുകളാണ് അതിനകത്ത് ഉൾപ്പെടുത്തേണ്ടത്. പിന്നെ നമ്മൾ പഠിച്ചത് ലബോറട്ടറിയിലെ സേഫ്റ്റിനെ പറ്റിയാണ് അല്ലെ. എന്തൊക്കെ സേഫ്റ്റി മെഷേഴ്സുകളാണ് ഒരു ലാബിന് നമ്മൾ പാലിക്കേണ്ടത്. പിന്നെ നമ്മൾ കണ്ടത് സൈൻസ് ആൻഡ് സിംബൽസ് യൂസ്ഡ് ഇൻ ലബോറട്ടറി അല്ലെ. ലാബിനകത്ത് ഉപയോഗിക്കുന്ന ഈ സൈൻസ് അല്ലെ, സിംബലുകളൊക്കെ നമ്മൾ പരിചയപ്പെട്ടു. ഓരോ സിംബൽ എന്തിന്റെയാണെന്ന് നോക്കി വെക്കാം കേട്ടോ. പിന്നെ നമ്മൾ ലാസ്റ്റിലോട്ട് എത്തി, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ലാബ് മാനേജർ ജോബ്സ്. അതിനകത്ത് 5 പോയിന്റുകൾ വരെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് കേട്ടോ. 5 പോയിന്റ് വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. നമുക്ക് 6ാമത്തെ പോയിന്റ് തൊട്ട് നമുക്ക് നോക്കാം കേട്ടോ. ലാബ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റി. ആദ്യത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, ഔട്ട്ലൈൻ, എക്സിക്യൂട്ട് ആൻഡ് സൂപ്പർവൈസ് ദ ലബോറട്ടറീസ് ക്വാളിറ്റി മാനേജ്മെന്റ് പ്രോഗ്രാം അല്ലെ. അതായത് ഒരു ലാബിന്റെ ക്വാളിറ്റി മാനേജ്മെന്റ് പ്രോഗ്രാമുകളുടെ കൃത്യമായിട്ടുള്ള രൂപരേഖ തയ്യാറാക്കിയത് നടപ്പിലാക്കുക, അതിന് വേണ്ട മേൽനോട്ടം വയ്ക്കുക അല്ലെ. എന്ന് വെച്ചാൽ ലാബിന്റെ സേവനങ്ങൾ ഏറ്റവും ക്വാളിറ്റി ആയിട്ട് ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എന്താണ് കാര്യങ്ങൾ അവര് നടപ്പിലാക്കുക അല്ലെ. അതിനൊക്കെ വേണ്ട മേൽനോട്ടം വഹിക്കുക, അത് ലാബ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ് അല്ലെ. 2ാമത്തെ നമ്മൾ പറഞ്ഞത് കോണ്ടാക്ട് വിത്ത് നഴ്സിംഗ് ആൻഡ് അതർ ഹോസ്പിറ്റൽ സ്റ്റാഫ് വെൻ എവർ നീഡഡ് അല്ലെ. ആവശ്യമുള്ള സമയത്ത് മറ്റു നഴ്സിംഗ് അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ജീവനക്കാരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക അല്ലെ. കാര്യം നമുക്കറിയാം ലാബ് സർവീസ് ആണ്. അപ്പൊ നമുക്ക് പല സാഹചര്യങ്ങളും മറ്റുള്ള ഹോസ്പിറ്റൽ നഴ്സിംഗ് ജീവനക്കാരുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കേണ്ടതായിട്ട് വരും അല്ലെ. ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ ഈ പറയുന്ന നഴ്സിംഗ് മറ്റു ഹോസ്പിറ്റൽ ജീവനക്കാരുമായിട്ട് ബന്ധപ്പെടുക അല്ലെ, ഈ ഒരു റിസൾട്ടിന്റെ കാര്യത്തിനും മറ്റുമായിട്ട്. 3ാമത് നമ്മൾ പറഞ്ഞത് ഇംപ്ലിമെന്റ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് കണക്റ്റഡ് വിത്ത് സ്പെസിഫിക് ഏരിയ അല്ലെ. ആ ഒരു സ്പെസിഫിക് ഏരിയ ആയിട്ട്, ഇവിടുത്തെ സ്പെസിഫിക് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ലാബാണ് അല്ലെ, ലബോറട്ടറി ആണ്. അപ്പൊ ലാബുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പോളിസികളും പ്രൊസീജിയറുകളും കൃത്യമായിട്ട് നടപ്പിലാക്കുക. നമ്മൾ പഠിച്ചില്ലേ പോളിസി ആൻഡ് പ്രൊസീജിയർ, ലാബിന്റെ പഠിച്ചില്ലേ നമ്മൾ 4 സ്റ്റെപ്പുകള്. അത്തരത്തിലുള്ള പ്രൊസീജിയറുകളും പോളിസികളൊക്കെ കൃത്യമായിട്ട് നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്വം ആർക്ക് തന്നെയാണ്? ലാബ് മാനേജർക്ക് അല്ലെ. ഓക്കെ, പിന്നെ നമ്മൾ കണ്ടത് ഏതായിരുന്നു? 4ാമത്തെ പോയിന്റ് എന്തായിരുന്നു? അസസ്, ഒബ്സർവ്, ട്രാക്ക് ആൻഡ് ട്രെൻഡ് ടെക്നിക്കൽ ആൻഡ് എംപ്ലോയി പെർഫോമൻസ് അല്ലെ. ഈ പറയുന്ന സാങ്കേതിക ജീവനക്കാരുടെ എല്ലാം അവരുടെ ആ ഒരു പെർഫോമൻസ് അല്ലെ, അവരുടെ പ്രകടനങ്ങൾ കൃത്യമായിട്ട് അസസ് ചെയ്യുക അല്ലെ, വിലയിരുത്തുക, ഒബ്സർവ് ചെയ്യുക അല്ലെ, നിരീക്ഷിക്കുക, കറക്റ്റ് ആയിട്ട് ട്രാക്ക് ചെയ്യുക എന്നുള്ളതൊക്കെ ആരുടെ ഉത്തരവാദിത്വമാണ്? ലാബ് മാനേജറുടെ ഉത്തരവാദിത്തമാണ്. കാരണം അവിടെ ഒരുപാട് എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ജീവനക്കാരുടെയൊക്കെ പെർഫോമൻസ് നന്നായിട്ട് പോകുന്നുണ്ടോ, നല്ല പെർഫോമൻസിലൂടെയാണ് അവര് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക, അതൊക്കെ വിലയിരുത്താന്നുള്ളത് ലാബ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. 5ാമത്തെ പോയിന്റ് നമ്മൾ ഇതാണ് പറഞ്ഞത്, അറേഞ്ച് ഓൺ സൈറ്റ് ട്രെയിനിങ് ഫോർ ന്യൂ ആൻഡ് എക്സിസ്റ്റിംഗ് സ്റ്റാഫ് മെമ്പേഴ്സ് അല്ലെ. അത് പുതിയതും അതുപോലെ നിലവിലുള്ളതായിട്ടുള്ള സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അവർക്ക് ആവശ്യമായിട്ടുള്ള ഓൺ സൈറ്റ് ട്രെയിനിങ് കൊടുക്കുക അല്ലെ. അതായത് സ്പോട്ട് ട്രെയിനിങ് എന്നൊക്കെ നമുക്ക് പറയാം. ആ ജോലി സ്ഥലത്ത് വെച്ച് തന്നെ അവർക്കായിട്ടുള്ള പരിശീലനങ്ങൾ ക്രമീകരിക്കാൻ, അതിന് വേണ്ട അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ഒരു ലാബ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഈ 5 പോയിന്റുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് കേട്ടോ. അപ്പൊ അടുത്ത പോയിന്റുകൾ തൊട്ട് നമുക്ക് നോക്കാം. അടുത്ത പോയിന്റ് ഇതാണ്, ഡിസ്ചാർജ് അഡീഷണൽ ഡ്യൂട്ടീസ് ആസ് അസൈൻഡ് ഇൻ സപ്പോർട്ട് ഓഫ് ലബോറട്ടറി ഓപ്പറേഷൻസ്. 6ാമത്തെ പോയിന്റ് എന്താണ്? ഡിസ്ചാർജ് അഡീഷണൽ ഡ്യൂട്ടീസ്
as assigned in support of laboratory operations. അപ്പോ ഇവിടെ ഡിസ്ചാർജ് എന്നുള്ള അർത്ഥം എന്താണ്? നിർവഹിക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഇവിടെ ഡിസ്ചാർജ് എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിനെ ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന കേസ് അല്ല പറയുന്നത്, നിർവഹിക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഇവരെന്താ പറയുന്നത്? നമ്മൾ ഈ പറയുന്ന ലബോറട്ടറി പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കാനായിട്ടുള്ള, സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള അധിക ചുമതലകളൊക്കെ നിർവഹിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ആർക്ക് തന്നെയാണുള്ളത്? ലാബ് മാനേജർക്കാണ്. നമുക്കറിയാം ലാബിൽ കൃത്യമായിട്ടുള്ള പോളിസികളും പ്രൊസീജിയറുകളും ഒക്കെ ഉണ്ടല്ലേ. അതെല്ലാം പാലിച്ചുകൊണ്ടാണ് ലാബിലെ ഫങ്ഷൻസ് എല്ലാം വളരെ സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോ ഈ ഒരു ലാബിന്റെ പ്രവർത്തനങ്ങൾക്ക് അധിക പിന്തുണ കൊടുക്കാനുള്ള, പിന്തുണയ്ക്കാനായിട്ടുള്ള അധിക ചുമതലകളൊക്കെ വരികയാണെങ്കിൽ അതൊക്കെ നിർവഹിക്കാനുള്ള ഉത്തരവാദിത്തം ആർക്കാണുള്ളത്? അത് ലാബ് മാനേജർക്കാണ് ഉള്ളത്. മനസ്സിലായോ പറഞ്ഞ പോയിന്റ്? ഡിസ്ചാർജ് അഡീഷണൽ ഡ്യൂട്ടീസ് ആസ് അസൈൻഡ് ഇൻ സപ്പോർട്ട് ഓഫ് ലബോറട്ടറി ഓപ്പറേഷൻസ്. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? ഓക്കെ അല്ലേ എല്ലാവർക്കും? മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, ശരി. നെക്സ്റ്റ് പോയിന്റ് കേട്ടോ. അടുത്തത് എന്താന്ന് വെച്ചാല് എക്സ്റ്റെൻഡ് കസ്റ്റമർ സർവീസ് ടു ഇൻക്ലൂഡ് ഓൾ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ കസ്റ്റമേഴ്സ് കേട്ടോ. ഓരോ പോയിന്റുകളും ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ ക്ലാസ്സിൽ ഇരിക്കുന്നവര്. നമ്മൾ ഒരുപാട് പ്രാവശ്യം ഒരേ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ നമ്മുടെ പോർഷൻസ് നീങ്ങില്ല കേട്ടോ. പെൻഡിങ് ആവും അവസാനം. നിങ്ങൾ തന്നെ ബുദ്ധിമുട്ടേണ്ട ഒരു സാഹചര്യം കേട്ടോ. ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കുക, ക്ലാസ്സിലിരിക്കുന്നവരൊന്ന് ശ്രദ്ധയോടുകൂടി ഇരിക്കുക കേട്ടോ. എക്സ്റ്റെൻഡ് കസ്റ്റമർ സർവീസ് ടു ഇൻക്ലൂഡ് ഓൾ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ കസ്റ്റമേഴ്സ്. അതായത് ഈ പറയുന്ന എല്ലാ ഇന്റേണൽ, ഓക്കെ, ഓൾ മ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്തത് കേൾക്കുന്നില്ല. ഇപ്പൊ കേൾക്കുന്നില്ലേ? സൗണ്ട് കുറവാതെ. അപ്പൊ നോക്കാം. അടുത്തത് എന്താണ്? എക്സ്റ്റെൻഡ് കസ്റ്റമർ സർവീസ് ടു ഇൻക്ലൂഡ് ഓൾ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ കസ്റ്റമേഴ്സ്. അതായത് എല്ലാ ഇന്റേണൽ എക്സ്റ്റേണൽ ഉപഭോക്താക്കളെയും ഉൾപ്പെടുന്ന രീതിയിൽ കസ്റ്റമർ സർവീസിനെ വിപുലമാക്കുക. എന്താ ഉദ്ദേശിച്ചത്? ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇന്റേണൽ കസ്റ്റമർ എന്ന് പറയുമ്പോൾ ആ ഹോസ്പിറ്റലിനകത്ത് തന്നെയുള്ള ആളുകൾ ഉണ്ടായിരിക്കും അല്ലെ. എന്ന് പറഞ്ഞപ്പോ ഇൻപേഷ്യൻസ് ആയിട്ട് കിടക്കുന്ന ആളുകൾ, അഡ്മിറ്റ് ചെയ്യപ്പെടുന്ന രോഗികള്, അപ്പൊ അവരുടെ രോഗനിർണയത്തിന്റെ ഭാഗമായിട്ടൊക്കെ പല ഈ പറയുന്ന ലാബ് ടെസ്റ്റുകളും അല്ലെ, ലാബ് പരിശോധനകളൊക്കെ ചെയ്യുന്നുണ്ടാവും. അവരെ മാത്രമല്ല എക്സ്റ്റേണൽ ആയിട്ട് വരുന്ന ആളുകൾ ഉണ്ടായിരിക്കും, അതായത് ഔട്ട് പേഷ്യൻസ് ആയിട്ട് വരുന്ന ആളുകൾ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അവര് രണ്ട് കൂട്ടരെയും ഒരുപോലെ ഉൾപ്പെടുന്ന രീതിയിൽ കസ്റ്റമർ സേവനങ്ങളെ വിപുലമാക്കണം അല്ലെ. ലാബിന്റെ കസ്റ്റമർ സേവനങ്ങൾ വിപുലമാക്കാനുള്ള ഉത്തരവാദിത്വം ആർക്ക് തന്നെയാണ്? ലാബ് മാനേജർക്കാണ്. പറഞ്ഞ മനസ്സിലായോ? എക്സ്റ്റെൻഡ് കസ്റ്റമർ സർവീസ് ടു ഇൻക്ലൂഡ് ഓൾ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ കസ്റ്റമേഴ്സ് എന്ന് വെച്ചാൽ അവിടുത്തെ ഇൻപേഷ്യൻസിനെ മാത്രമല്ല ഫോക്കസ് ചെയ്യേണ്ടത്, ഔട്ട് പേഷ്യൻസ് ആയിട്ട് വരുന്ന കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അവരെയും കൂടെ ഉൾപ്പെടുന്ന രീതിയിൽ ഉപഭോക്തൃ സേവനങ്ങളെ, ലാബിന്റെ ഉപഭോക്തൃ സേവനങ്ങളെ വിപുലമാക്കാനുള്ള ഉത്തരവാദിത്വം ഒരു ലാബ് മാനേജർക്കാണ് ഉള്ളത്. ഓക്കെ, അടുത്ത പോയിന്റ് ഇതാണ്. മേക്ക് ഷുവർ ദാറ്റ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ലബോറട്ടറി ഡാറ്റ ആൻഡ് അപ്രോപ്രിയേറ്റ് റിസൾട്ട് റിപ്പോർട്ടിംഗ് അല്ലെ. അതായത് ഒരു ലാബിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ലാബ് ലബോറട്ടറി ഡാറ്റകളെല്ലാം കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ വളരെ ആപ്റ്റ് ആയിട്ടുള്ള അല്ലെ, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് റിപ്പോർട്ട് ചെയ്യാനൊക്കെ ഉള്ള കാര്യങ്ങൾ ഉറപ്പാക്കുക അല്ലെ. ഒരു ലാബിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അതാണല്ലോ. അതായത് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഒരു ലാബിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ ഈ ലാബിന്റെ ഡാറ്റകളെല്ലാം കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പേഷ്യൻസിന്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ അവരെ കൺസൾട്ട് ചെയ്യുന്ന കൺസൾട്ടന്റ് പാത്തോളജിസ്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ആ ഒരു ലബോറട്ടറി വിവരങ്ങൾ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ ഏറ്റവും അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നും ഉറപ്പാക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്വമാണ്? ലാബ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. മനസ്സിലായല്ലോ പോയിന്റ് അതാണ് കേട്ടോ. മേക്ക് ഷുവർ ദാറ്റ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ലബോറട്ടറി ഡാറ്റ ആൻഡ് അപ്രോപ്രിയേറ്റ് റിസൾട്ട് റിപ്പോർട്ടിംഗ്. ഓക്കെ,
അടുത്ത പോയിന്റ് ഇതാണ്, റിലീസ് ദ സാമ്പിൾസ് ടു ലബോറട്ടറി സ്റ്റാഫ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ഡ്യൂ ഡേറ്റ്സ് ആൻഡ് ടേൺ അറൌണ്ട് ടൈംസ്. എന്താണ് പറയുന്നത്? ഈ പറയുന്ന സാമ്പിളുകളെല്ലാം ലാബ് സ്റ്റാഫുകൾക്കായിട്ട് റിലീസ് ചെയ്ത് കൊടുക്കുക. നമുക്കറിയാം സാമ്പിൾസ് വരുന്ന സമയത്ത് അത് ലാബ് സ്റ്റാഫുകൾ പെർമനന്റുകാർക്കായിട്ട് നമുക്ക് ആ സ്പെസിമെൻസ് നമ്മൾ റിലീസ് ചെയ്ത് കൊടുക്കണം നമുക്ക്. ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ഡ്യൂ ഡേറ്റ്സ് ആൻഡ് ടേൺ അറൌണ്ട് ടൈംസ്. ടേൺ അറൌണ്ട് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ടേൺ അറൌണ്ട് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് ദ എമൗണ്ട് ഓഫ് ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് എ പ്രോസസ്. ഓക്കെ, അതായത് ഒരു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനായിട്ട് എടുക്കുന്ന ആ ഒരു സമയം ഉണ്ടല്ലോ, അതാണ് ടേൺ അറൌണ്ട് ടൈം എന്ന് പറയുന്നത് കേട്ടോ. ദ എമൗണ്ട് ഓഫ് ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് എ പ്രോസസ് കേട്ടോ. ഒരു പ്രോസസ്, ഒരു നടപടിക്രമം, ലാബിന്റെ ആണെങ്കിൽ ലാബ് പരിശോധനകളാണെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്ന ഒരു ടൈം ഉണ്ട്. നമ്മുടെ സ്പെസിമെൻസ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് ദിവസമൊന്നും ഇവിടെ വെക്കാൻ പറ്റില്ല. ഇത്ര ദിവസത്തിന് ചിലവരുടെ റിസൾട്ട് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ചിലപ്പോ പെട്ടെന്ന് എന്താ പറയാ ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് കൊടുക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ ആ ഒരു സ്പെസിമെൻസ് കൃത്യമായിട്ട് സ്റ്റാഫുകൾക്ക് റിലീസ് ചെയ്ത് അതിന്റെ ഡ്യൂ ഡേറ്റ് അല്ലെ, എപ്പോഴാണ് അതിന്റെ റിസൾട്ട്, ഇപ്പൊ ചിലത് കൊടുത്തൊരു 3-4 മണിക്കൂറിനുള്ളിൽ റിസൾട്ട് കൊടുക്കേണ്ട ചില ടെസ്റ്റുകൾ ഉണ്ടാകും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അത്തരത്തിലുള്ള ഡ്യൂ ഡേറ്റ്സ്, ടേൺ അറൌണ്ട് ടൈമുകളൊക്കെ അവരെ കൃത്യമായിട്ട് അറിയിക്കുക, അവരെ ഓർമ്മപ്പെടുത്തുക, അതൊക്കെ ലാബ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്. ഓക്കെ, മനസ്സിലായല്ലോ? റിലീസ് സാമ്പിൾസ് ടു ലബോറട്ടറി സ്റ്റാഫ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ഡ്യൂ ഡേറ്റ്സ് ആൻഡ് ടേൺ അറൌണ്ട് ടൈംസ്. എപ്പൊ അത് കംപ്ലീറ്റ് ചെയ്യണം, ടെസ്റ്റ് എപ്പോൾ കംപ്ലീറ്റ് ചെയ്ത് എപ്പോൾ റിസൾട്ട് അവർക്ക് കൊടുക്കണം എന്നുള്ള ആ ഡ്യൂ ഡേറ്റും ടേൺ അറൌണ്ട് ടൈമും ഒക്കെ അവരെ കൃത്യമായിട്ട് അറിയിക്കുക. അത് ലാബ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ ആണല്ലോ? അടുത്തത് ഗൈഡ്, അതല്ലേ ഇത്? ഗൈഡ് ദ ഹാൻഡ്ലിംഗ് ആൻഡ് റെസൊല്യൂഷൻ ഓഫ് കോംപ്ലക്സ് ഇഷ്യൂസ് ആൻഡ് കംപ്ലൈന്റ്സ് കേട്ടോ. ഗൈഡ് ദ ഹാൻഡ്ലിംഗ് ആൻഡ് റെസൊല്യൂഷൻ ഓഫ് കോംപ്ലക്സ് ഇഷ്യൂസ് ആൻഡ് കംപ്ലൈന്റ്സ്. അതായത് ഇപ്പൊ ലാബുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില സങ്കീർണ പ്രശ്നങ്ങൾ അല്ലെ, എന്തും വേണമെങ്കിലും വരാം. എന്ത് പ്രശ്നങ്ങളായാലും സങ്കീർണമായിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള എന്ത് പ്രശ്നങ്ങളായാലും പരാതികളായാലും അത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുക, അതിനാവശ്യമായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ കൊടുക്കുക. അതൊക്കെ ലാബ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റി. കാര്യം അദ്ദേഹം എന്താണ് ഒരു ലാബിനെ മൊത്തത്തിൽ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അല്ലെ. അപ്പൊ ലാബുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ, പരാതികളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് അതിന് വേണ്ട റെസൊല്യൂഷൻ അല്ലെ, റെസൊല്യൂഷൻ എന്ന് വെച്ചാൽ പരിഹാരമാണ് കേട്ടോ അവിടെ ഉദ്ദേശിക്കുന്നത്. പരിഹാരങ്ങൾ കാണാന്നുള്ളത് ഒരു ലാബ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ ആണല്ല? അടുത്തത് റെസ്പോൺസിബിൾ ഫോർ ഓൾ എംപ്ലോയീസ് who are working at all labs on demand facilities. എന്താണ് പറയുന്നത്? റെസ്പോൺസിബിൾ ഫോർ ഓൾ എംപ്ലോയീസ് who are working at all labs on demand facilities. അതായത് ഈ പറയുന്ന ലാബിൽ വർക്ക് ചെയ്യുന്ന എല്ലാ എംപ്ലോയീസിന്റെയും അല്ലെ, എല്ലാ ജീവനക്കാരെയും ആരുൾപ്പെടെ ഓൺ ഡിമാൻഡ് ഫെസിലിറ്റിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ്. എന്താണ് ഓൺ ഡിമാൻഡ് ഫെസിലിറ്റി എന്ന് പറഞ്ഞാല്? ഓൺ ഡിമാൻഡ് ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ചില സ്പെസിഫിക് റിക്വസ്റ്റ് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഡിമാൻഡ് പ്രകാരം ചില ടെസ്റ്റുകൾ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പൊ പ്രത്യേകിച്ച് ഈ പറയുന്ന മെഡിക്കൽ കേസുകൾ അല്ലെ, മെഡിക്കൽ കേസുകളൊക്കെ വരികയാണെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും വരും, ഒരു ചില സ്പെസിഫിക് ടെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ചില സ്പെസിഫിക് ഡിമാൻഡ് കൊടുത്തുകൊണ്ട് ചില ടെസ്റ്റുകൾ, ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയറുകളൊക്കെ ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരും. അപ്പൊ അതാണ് ഓൺ ഡിമാൻഡ് ഫെസിലിറ്റി എന്ന് പറഞ്ഞത്. അപ്പൊ അവരുൾപ്പെടെ, അവിടെയുള്ള ജീവനക്കാർ ഉൾപ്പെടെ ആ ലാബിനകത്തെ എല്ലാ ആളുകളെയും, എല്ലാ എംപ്ലോയീസിനെയും, ഓക്കെ, എല്ലാ ജീവനക്കാരെയും എന്താണ് സൂപ്പർവൈസ് ചെയ്യുക, അവരൊക്കെ മാനേജ് ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്തം ആർക്കാണുള്ളത്? ലാബ് മാനേജർക്കാണ്. ഓക്കെ, ക്ലിയർ ആയോ? അതാണ് പറഞ്ഞത് കേട്ടോ. റെസ്പോൺസിബിൾ ഫോർ ഓൾ എംപ്ലോയീസ് ഹു ആർ വർക്കിംഗ് അറ്റ് ഓൾ ലാബ്സ് ഓൺ ഡിമാൻഡ് ഫെസിലിറ്റീസ് അല്ലെ. ചില സ്പെസിഫിക് ഡിമാൻഡ് അല്ലെങ്കിൽ സ്പെസിഫിക് റിക്വസ്റ്റ് പ്രകാരം ചില ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളും മറ്റുമൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. പ്രത്യേകിച്ച് ഈ പറയുന്ന ലീഗൽ മെഡിക്കൽ കേസുകളൊക്കെ വരില്ലേ, അങ്ങനെയുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള ഇതൊക്കെ ചെയ്യുന്ന ജീവനക്കാരെ മൊത്തത്തിൽ അവരെയൊക്കെ എന്ത് ചെയ്യാൻ, മാനേജ് ചെയ്യാം, അവരെ സൂപ്പർവൈസ് ചെയ്യാന്നുള്ളത് ഇദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, അടുത്തത് എൻഷുവർ അഡ്ഹിയറൻസ് വിത്ത് ഫെഡറൽ, സ്റ്റേറ്റ് ആൻഡ് സിസ്റ്റം റെഗുലേഷൻസ് ടു പ്രൊവൈഡ് ഓപ്പറേഷൻ അല്ലെ. ടു പ്രൊവൈഡ് ഓപ്പറേഷൻ അതായത് ലാബിന്റെ പ്രവർത്തനങ്ങൾ ഈ പറയുന്ന ഫെഡറൽ, സ്റ്റേറ്റ്, സിസ്റ്റം നിയന്ത്രണങ്ങൾക്ക് വിധേയമായിക്കൊണ്ടാണ് അല്ലെങ്കിൽ ഫെഡറൽ, സ്റ്റേറ്റ് സംവിധാനങ്ങൾ പാലിച്ചുകൊണ്ടാണ് അവിടുത്തെ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്ന് ഉറപ്പാക്കേണ്ടത് ലാബ് മാനേജറാണ്.
നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് അല്ലെ. ഇപ്പൊ ഒരു ബേസിക് നീഡ് ആയി കഴിഞ്ഞാൽ ഒരു ലാബിന്റെ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ആയി കഴിഞ്ഞാലും അത് നാഷണൽ റെഗുലേറ്ററി നീഡ്സ് അംഗീകരിക്കുന്നതാണ്, അതിന് അനുസരിച്ചുകൊണ്ടായിരിക്കും അല്ലെ. എല്ലാത്തിനും അതിൻ്റെതായ NABL ഒക്കെ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ബോർഡാണ് അല്ലെ. ഈ പറയുന്ന കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡ്സുകൾ, കൃത്യമായിട്ടുള്ള റെഗുലേഷൻസ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അത് പ്രകാരം വേണം ലാബിന്റെ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോകാനായിട്ട്. അതാണ് അവരിവിടെ പറയുന്നത്. ഫെഡറൽ, സ്റ്റേറ്റ് അതുപോലെ സിസ്റ്റം റെഗുലേഷൻസിനെല്ലാം തന്നെ പാലിച്ചുകൊണ്ടാണ് ആ ലാബ് പ്രവർത്തിക്കുന്നതെന്ന് ഉറപ്പാക്കേണ്ടത് ഒരു എന്താ പറയുക ലാബ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ് കേട്ടോ. അതാണ് എൻഷുർ അഡ്ഹിയറൻസ്. അഡ്ഹിയറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? പാലിക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. പാലിക്കുക. ഓക്കെ. എൻഷുർ അഡ്ഹിയറൻസ് വിത്ത് ഫെഡറൽ, സ്റ്റേറ്റ് ആൻഡ് സിസ്റ്റം റെഗുലേഷൻസ് ടു പ്രൊവൈഡ് ഓപ്പറേഷൻ. ഓക്കെ. അടുത്ത പോയിന്റ് ഇതാണ്. അഷ്വർ complaints with all corporate policy procedures in the laboratory. എന്താണ്? അഷ്വർ complaints with all corporate policy procedures in the laboratory. ഇത് തന്നെ ഏകദേശം ഇതേ പോയിന്റുമായിട്ട് സിമിലാരിറ്റി ഉള്ളതാണ് കേട്ടോ. അതായത് ലാബിന്റെ എല്ലാ കോർപ്പറേറ്റ് ലാബിന്റെ പ്രവർത്തനങ്ങളെല്ലാം എല്ലാ കോർപ്പറേറ്റ് പോളിസി പ്രൊസീജിയറുകളൊക്കെ പാലിക്കുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തണം അല്ലെ. ഒരു കോർപ്പറേറ്റ് കാര്യങ്ങളെല്ലാം പാലിച്ചു. കാര്യം ഹോസ്പിറ്റലാണ്, അപ്പൊ അവരുടെ മാനേജ്മെന്റ് അവരുടേതായ ചില പോളിസികളും പ്രൊസീജിയറുകളൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ ആ ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന ലാബ് ആണെങ്കിലും ആ ഒരു കോർപ്പറേറ്റ് നയങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് പിന്തുടരുന്നുണ്ട്, അല്ലെങ്കിൽ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ടാണ് അവരുടെ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതെന്ന് ഉറപ്പാക്കണം കേട്ടോ. അത് ലാബ് മാനേജറുടെ ഉത്തരവാദിത്തമാണ്. ഓക്കെ. ഒരു പോയിന്റ് തന്നെ വേറെ പല പല രീതിയിൽ പറയുന്നത് മാത്രം കേട്ടോ. അഷ്വറൻസ് കംപ്ലൈൻസ് വിത്ത് ഓൾ കോർപ്പറേറ്റ് പോളിസി പ്രൊസീജിയേഴ്സ് ഇൻ ദ ലബോറട്ടറി. അടുത്ത പോയിന്റ് ശ്രദ്ധിച്ചേ. എൻലാർജ് ദ ലാബ്സ് റിസർച്ച് പോർട്ട്ഫോളിയോ ബൈ ഹെൽപ്പിംഗ് ടു ഡെവലപ്പ് ന്യൂ റിസർച്ച് പ്രോജക്ട്സ് ആൻഡ് പ്രപ്പോസൽസ്. എന്താണ്? എൻലാർജ് ദ ലാബ്സ് റിസർച്ച് പോർട്ട്ഫോളിയോ ബൈ ഹെൽപ്പിംഗ് ടു ഡെവലപ്പ് ന്യൂ റിസർച്ച് പ്രോജക്ട്സ് ആൻഡ് പ്രപ്പോസൽസ്. അതായത് ചില പുതിയ ഗവേഷണ പ്രോജക്റ്റുകള്, ഗവേഷണ പദ്ധതികളൊക്കെ വികസിപ്പിക്കാൻ സഹായിക്കുന്നത് വഴിയായിട്ട് ആ ഒരു ലാബിന്റെ ഗവേഷണ പോർട്ട്ഫോളിയോ എൻലാർജ് ചെയ്യും. എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്കിപ്പോ ലാബിനെ എന്താ പറയാ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ചില ഗവേഷണ പ്രവർത്തനങ്ങളൊക്കെ ആ ഹോസ്പിറ്റലിൽ നടക്കാം അല്ലെ. അപ്പൊ നമ്മൾ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് വേറെ ഒന്നല്ല, അവരുടെ പേപ്പർ വർക്കുകളും മറ്റുമൊക്കെയാണ് അല്ലെ. പ്രത്യേകിച്ച് റിസർച്ച് പോർട്ട്ഫോളിയോ. ഇപ്പൊ ഒരു റിസർച്ച് പോർട്ട്ഫോളിയോ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ആ ഹോസ്പിറ്റലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് എന്താണ് ഈ പറയുന്ന റിസർച്ചും മറ്റുമൊക്കെ നടത്തുകയാണെങ്കിൽ അത് ആ ഒരു എന്താ പറയുക ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷൻ നല്ലതാണ് അല്ലെ. അത്യാവശ്യം ഗവേഷണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറെ കൂടെ ആ ഒരു ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷൻ ഉയർത്തുന്ന കാര്യങ്ങളാണ് അല്ലെ, ഗവേഷണങ്ങളൊക്കെ ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ ആ രീതിയിൽ എന്താ പറയാ പുതിയ റിസർച്ച് പ്രോജക്റ്റുകള് അല്ലെങ്കിൽ പദ്ധതികളൊക്കെ വികസിപ്പിക്കുന്നതിലൂടെ ആ ഒരു എന്താ പറയാ ലാബിന്റെ റിസർച്ച് പോർട്ട്ഫോളിയോ അല്ലെ, അവരുടെ ആ ഒരു ഗവേഷണ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാം ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. കുറേയും കൂടെ അത് എന്താ പറയാ ഉയർത്താനായിട്ട് അല്ലെ, അവരുടെ ആ ഒരു സേവനം അല്ലെങ്കിൽ അവരുടെ ആ ഒരു എന്താ പറയാ റെപ്യൂട്ടേഷന് കുറച്ചും കൂടെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ട് പുതിയ പദ്ധതികൾ, പുതിയ പ്രോജക്റ്റുകളൊക്കെ ലാബിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ടുവരാനുള്ളതും അതിനുവേണ്ട എന്താ സപ്പോർട്ട് കൊടുക്കാന്നുള്ളതൊക്കെ ഒരു ലാബ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ് കേട്ടോ. ക്ലിയർ ആയോ പറഞ്ഞത്? എൻലാർജ് ദ ലാബ്സ് റിസർച്ച് പോർട്ട്ഫോളിയോ ബൈ ഹെൽപ്പിംഗ് ടു ഡെവലപ്പ് എ ന്യൂ റിസർച്ച് പ്രോജക്ട് ആൻഡ് പ്രപ്പോസൽസ്. ഓക്കെ. അടുത്തത് ഇതാണ്. സെറ്റപ്പ് ആൻഡ് കീപ്പ് ഓൾ ലബോറട്ടറി റെക്കോർഡ്സ് ഇൻ അക്കോർഡൻസ് വിത്ത് സ്പെസിഫിക്കേഷൻസ്. എന്താണ് പറയുന്നത്? സെറ്റപ്പ് ആൻഡ് കീപ്പ് ഓൾ ലബോറട്ടറി റെക്കോർഡ്സ് ഇൻ അക്കോർഡൻസ് വിത്ത് സ്പെസിഫിക്കേഷൻസ്. അതായത് ഓരോ സ്പെസിഫിക്കേഷൻ അനുസരിച്ചുകൊണ്ട് ഓരോ സ്പെസിഫിക്കേഷനും അതിനനുസരിച്ചുകൊണ്ട് ലബോറട്ടറി രേഖകള് കൃത്യമായിട്ട് എന്ത് ചെയ്യാം. എല്ലാം വന്ന ക്ലാസ്സിലാണ്. ശരി. സോറി കോൾ വന്നതാണേ. അത് നോക്കാം. എന്താണ് പറഞ്ഞത്? സെറ്റപ്പ് ആൻഡ് കീപ്പ് ഓൾ ലബോറട്ടറി റെക്കോർഡ്സ് ഇൻ അക്കോർഡൻസ് വിത്ത് സ്പെസിഫിക്കേഷൻസ് കേട്ടോ. അതായത് ഓരോ സ്പെസിഫിക്കേഷനും അനുസരിച്ചുകൊണ്ട് അതിനനുസൃതമായിക്കൊണ്ട് എല്ലാ ലബോറട്ടറി റെക്കോർഡുകളും കൃത്യമായിട്ട് സജ്ജമാക്കുക, സൂക്ഷിക്കുക. എന്താ ഉദ്ദേശിക്കുന്നത്?
സ്പെസിഫിക്കേഷൻ അനുസരിച്ച് നമ്മളിപ്പോ ഒരു സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിലൊക്കെ ഒരു ലൈബ്രറി അല്ലെ, ലൈബ്രറി കണ്ടിട്ടില്ല. ലൈബ്രറിയിൽ എങ്ങനെയാണ് ബുക്കുകൾ എങ്ങനെ അറേഞ്ച് ചെയ്യുന്നത്? ഓരോ സ്പെസിഫിക്കേഷൻ അനുസരിച്ചിട്ടല്ലേ അറേഞ്ച് ചെയ്യുന്നത്. ഇപ്പൊ സയൻസ് ആണെങ്കിൽ സയൻസ് ബുക്കുകൾ ഒരു ഭാഗത്ത് അല്ലെ, അല്ലെങ്കിൽ ഫിക്ഷൻ ബുക്കുകളാണെങ്കിൽ അതൊരു ഭാഗത്ത്, ഇനി മാത്സ് അല്ലെ മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള ബുക്സ് ആണെങ്കിൽ അതൊരു ഭാഗത്ത്, ഹിസ്റ്ററി വിഭാഗമായിട്ടുള്ള ബുക്കുകളാണെങ്കിൽ അതൊരു ഒരു ഭാഗത്ത് അല്ലെ. അങ്ങനെ ഓരോ സ്പെസിഫിക്കേഷൻ അനുസരിച്ചിട്ടല്ലേ നമ്മൾ അവിടെ സജ്ജാക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്? നമുക്ക് പെട്ടെന്ന് എടുക്കാനുള്ള എളുപ്പത്തിന് അല്ലെ. അല്ലാണ്ട് എല്ലാ ബുക്കുകളും ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ എളുപ്പം ഉണ്ടാവുമോ, കണ്ടുപിടിക്കാൻ എളുപ്പം ഉണ്ടാവുമോ? ഇല്ല. അപ്പൊ എന്നതുപോലെ നമ്മളിപ്പോ ലബോറട്ടറി റെക്കോർഡ് ഇങ്ങനെ പഠിച്ചിരുന്നു അല്ലെ. ലബോറട്ടറി റെക്കോർഡിനകത്ത് ഉൾപ്പെടുത്തേണ്ട കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. റിക്വസ്റ്റ് ഫോം, പിന്നെ രജിസ്റ്ററുകൾ, പിന്നെ സപ്ലൈ റെക്കോർഡ്, സ്റ്റോക്ക് റെക്കോർഡ്, ഇൻസിഡന്റ് ബുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പൊ അത്തരത്തില് ലാബിന്റെ അത്തരത്തിലുള്ള റെക്കോർഡ്സുകള് ഓരോ സ്പെസിഫിക്കേഷനും അനുസരിച്ച് കൃത്യമായിട്ട് സജ്ജമാക്കി വെക്കണം. ഇപ്പൊ റിക്വസിഷൻ ഫോം ആണെങ്കിൽ അതൊരു ഭാഗത്ത് അല്ലെ. അതുപോലെ സപ്ലൈ റെക്കോർഡ്, സ്റ്റോക്ക് റെക്കോർഡ് ആണെങ്കിൽ അതിന് വേണ്ടി മാത്രം സപ്ലൈ റെക്കോർഡ്, സ്റ്റോക്ക് റെക്കോർഡിന് മാത്രമായിട്ട് ഒരു രീതിയിൽ സജ്ജമാക്കി വെക്കുക. അപ്പൊ നമുക്ക് അത് മാത്രമാകുമ്പോൾ അത് പെട്ടെന്ന് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഇൻസിഡന്റ് ബുക്ക് ആണെങ്കിൽ ഇൻസിഡന്റ് ബുക്സുകൾ അതിനായിട്ട് ഒരു ഇത്. അപ്പൊ അവിടെ ഇൻസിഡന്റ് ബുക്ക് അല്ലെങ്കിൽ സപ്ലൈ റെക്കോർഡ് എന്നൊക്കെ പറഞ്ഞ ഓരോരോ സ്പെസിഫിക്കേഷൻ ആണ് അല്ലെ. അപ്പൊ ആ ഓരോ സ്പെസിഫിക്കേഷനും അനുസൃതമായിക്കൊണ്ട് എന്ത് ചെയ്യാം, ലബോറട്ടറി റെക്കോർഡുകളെല്ലാം തന്നെ കൃത്യമായിട്ട് സജ്ജമാക്കി സൂക്ഷിച്ചു വെക്കുക. അതൊക്കെ ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? ലാബ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. മനസ്സിലായോ പറഞ്ഞേ? സെറ്റപ്പ് ആൻഡ് കീപ് ഓൾ ലബോറട്ടറി റെക്കോർഡ്സ് ഇൻ അക്കോർഡൻസ് വിത്ത് സ്പെസിഫിക്കേഷൻസ്. മനസ്സിലായല്ലോ? അടുത്തത്, മേക്ക് ഷുവർ ദാറ്റ് സപ്ലൈസ് ആർ അവൈലബിൾ ആസ് നീഡഡ് ഫോർ ദ ലാബ് സെഷൻസ്. അതാണ് മേക്ക് ഷുവർ ദാറ്റ് സപ്ലൈസ് ആർ അവൈലബിൾ ആസ് നീഡഡ് ഫോർ ലാബ് സെഷൻസ്. അതായത് ഓരോ ലാബ് സെഷൻസിനും ആവശ്യത്തിനനുസരിച്ചുള്ള സപ്ലൈകള്, അതായത് അവർക്ക് വേണ്ട സാധന സാമഗ്രികൾ ലഭ്യമാകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. എന്താണ് ലാബ് സെഷൻ? പല ലാബുകൾ നമ്മൾ പറഞ്ഞല്ലോ, തുടക്കം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഓരോ ഫംഗ്ഷനനുസരിച്ച് നമ്മൾ ലാബിനെ എന്താണ് പലതായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇല്ലേ. ബ്ലഡ് ബാങ്ക്, യൂറിനാലിസിസ്, അല്ലെങ്കിൽ മൈക്രോബയോളജി ലാബ്, പിന്നെ ബയോ കെമിസ്ട്രി ലാബ്, പിന്നെന്താ പാത്തോളജി ലാബ് എന്നൊക്കെ പറഞ്ഞ് ഓരോരോ പർപ്പസിനായിട്ട് ഓരോരോ ലാബ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓരോ ലാബ് സെഷൻസിലേക്കും ആവശ്യമായിട്ടുള്ള സാധന സാമഗ്രികളും വ്യത്യാസം ഉണ്ടായിരിക്കും അല്ലെ. ഇപ്പൊ ഒരു പാത്തോളജി ലാബിൽ വേണ്ട സപ്ലൈസ് ആവില്ല നമുക്കൊരു ബയോ കെമിസ്ട്രി ലാബിനകത്ത് ആവശ്യം വരാം. അല്ലെങ്കിൽ ഒരു ബയോ കെമിസ്ട്രി ലാബിനടുത്തുള്ള സാമഗ്രികൾ ആയിരിക്കില്ല ചിലപ്പോൾ നമുക്കൊരു മൈക്രോബയോളജി ലാബിനകത്ത് ആവശ്യം വരാം. അപ്പൊ എല്ലാത്തിനും ഓരോ ലാബ് സെഷൻ അനുസരിച്ച് എന്തുണ്ടാവും, ഈ പറയുന്ന സപ്ലൈസിലും വ്യത്യാസം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ഓരോ ലാബ് സെഷൻസിനും അവർക്ക് ആവശ്യമായിട്ടുള്ള സപ്ലൈകളെല്ലാം ലഭ്യമാകുന്നുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടതും ലാബ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. മനസ്സിലായോ പറഞ്ഞേ? അതാണ് കേട്ടോ. മേക്ക് ഷുവർ ദാറ്റ് സപ്ലൈസ് ആർ അവൈലബിൾ ആസ് നീഡഡ് ഫോർ ലാബ് സെഷൻസ്. ക്ലിയർ ആയല്ലോ? അടുത്തത് ലാസ്റ്റ് അടുത്ത പോയിന്റ് ഇതാണ്, സജസ്റ്റ് ദ മെഷേഴ്സ് ടു എൻഹാൻസ് ടെസ്റ്റിംഗ് പ്രൊസീജിയേഴ്സ്, യൂസ് ഓഫ് എക്യുപ്മെന്റ് ആൻഡ് നീഡ്സ് ഫോർ ന്യൂ എക്യുപ്മെന്റ്. ഇതാണ് പറയുന്നത്. നമ്മൾ അവിടുത്തെ ടെസ്റ്റുകൾ അല്ലെ, ഈ ഒരു ലാബിന്റെ ടെസ്റ്റ് പ്രൊസീജിയറുകളൊക്കെ നല്ല രീതിയിൽ എൻഹാൻസ് ചെയ്യാന്ന് വെച്ചാൽ കൂടുതൽ സേവനങ്ങൾ കൊടുക്കാൻ പാകത്തില് ലാബിന്റെ സേവനങ്ങൾ ഉയർത്തിക്കൊണ്ടുവരണം അല്ലെ. എന്ന് വെച്ചാൽ അത് അത്രയും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പൊ ഈ ലാബിന്റെ ടെസ്റ്റിംഗ് പ്രൊസീജിയറുകളൊക്കെ ഉയർത്താനും, അതുപോലെ തന്നെ എക്യുപ്മെന്റുകളുടെ ഉപയോഗം, അതുപോലെ പുതിയ എക്യുപ്മെന്റിന്റെ ആവശ്യകതകള്, ഇതൊക്കെ എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എന്താ പറയാ കാര്യങ്ങളൊക്കെ സജസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞ മൊത്തത്തിൽ എന്താണ് ലാബിന്റെ പ്രവർത്തനം കുറേയും കൂടെ എന്താണ് എൻഹാൻസ് ചെയ്ത് കൊണ്ടുവരാം അല്ലെ, ഉയർത്തിക്കൊണ്ടുവരാം. അപ്പൊ അവര് കുറച്ച് ടെസ്റ്റുകളുടെ എണ്ണമൊക്കെ കൂട്ടുക അല്ലെ, കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യാനായിട്ട് അതിനനുസരിച്ച് ഉയർത്തിക്കൊണ്ടുവരിക. അങ്ങനെ ടെസ്റ്റുകളുടെ എണ്ണം കൂടാന്ന് വെച്ചാൽ നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് എക്യുപ്മെന്റുകൾ നമുക്ക് ആവശ്യം വരും അല്ലെ. അപ്പൊ ആ ഒരു രീതിയിൽ ലാബിന്റെ മൊത്തത്തിലുള്ള ആ ഒരു പ്രവർത്തനത്തിനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള എന്താണ് നടപടികളൊക്കെ സജസ്റ്റ് ചെയ്യേണ്ടതും ഒരു ലാബ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ് കേട്ടോ. ഓക്കെ, അതാണ് പറയുന്നത്. സജസ്റ്റ് മെഷേഴ്സ് ടു എൻഹാൻസ് ദ ടെസ്റ്റിംഗ് പ്രൊസീജിയേഴ്സ്, യൂസ് ഓഫ് എക്യുപ്മെന്റ് ആൻഡ് നീഡ്സ് ഫോർ ന്യൂ എക്യുപ്മെന്റ്. ദെൻ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ് ഇതാണ്, മോണിറ്റർ, അനലൈസ് ആൻഡ് ജസ്റ്റിഫൈ എക്സ്പെൻസ് ആൻഡ് റവന്യൂ വിത്തിൻ ഡിപ്പാർട്ട്മെന്റ്സ്. മോണിറ്റർ,
അനലൈസ് ആൻഡ് ജസ്റ്റിഫൈ എക്സ്പെൻസ് ആൻഡ് റവന്യൂ വിത്തിൻ ഡിപ്പാർട്ട്മെന്റ്സ്. വിത്തിൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് വെച്ചാൽ ലാബ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ, ലബോറട്ടറി ഡിപ്പാർട്ട്മെന്റിനകത്തുള്ള ആ ഒരു റവന്യൂ എക്സ്പെൻസ്, അവിടുത്തെ വരുമാനം ആയിക്കോട്ടെ, അവിടെ നടക്കുന്ന എക്സ്പെൻസുകളും അതെല്ലാം തന്നെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് അനലൈസ് ചെയ്ത് ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്തം ലാബ് മാനേജർക്കാണ് ഉള്ളത് കേട്ടോ. ലാബ് സേവനങ്ങൾ കൊടുക്കുന്നുണ്ട്, ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ അതിനകത്തുള്ള ആ ഒരു റവന്യൂ, അവരുടെ വരുമാനം, അവർക്ക് എന്തെല്ലാം ചെലവുകൾ വരുന്നുണ്ട് അല്ലെ, എക്യുപ്മെന്റ്സ് ഒക്കെ വാങ്ങുമ്പോൾ അതിനനുസരിച്ച് ചെലവും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട്, അതായത് ബഡ്ജറ്റ് സംബന്ധം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് അനലൈസ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റിയും ലാബ് മാനേജർക്കാണ് ഉള്ളത്. ഇതോട് കൂടിയിട്ട് ലാബ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റി അവിടെ അവസാനിക്കുകയാണ്. മനസ്സിലായോ? അപ്പൊ ഇത് ഇങ്ങനെ കുറെ നീട്ടിപ്പരത്തി പറയണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. മനസ്സിലായോ പറഞ്ഞ കാര്യങ്ങള്? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ലബോറട്ടറി സർവീസ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മുടെ തീരെയാണ്. ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? എന്തൊക്കെയാ നമ്മൾ പഠിച്ചത്? ലാബ് എന്താണെന്ന് മനസ്സിലാക്കി അല്ലെ, ലാബിന്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് മനസ്സിലായി, ബയോളജിക്കൽ സ്പെസിമെൻ എന്താണെന്നുള്ളത് ക്ലിയർ ആയി. പിന്നെ ലാബിന്റെ ആ ഒരു അവ കൊടുക്കുന്ന സേവനങ്ങൾക്ക് അനുസരിച്ച് കൊണ്ട് നമുക്കതിനെ 5 ആയിട്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ. 5 ഡിവിഷൻസ് നമ്മൾ പറഞ്ഞു. അത് ഓരോന്നും നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. പാത്തോളജിനകത്ത് വരുന്ന സബ് ഡിവിഷൻസ് ഏതൊക്കെയാണ്, മൈക്രോ ബയോളജിക്കകത്ത് വരുന്നത് ആരൊക്കെയാണ്, ക്ലിനിക്കൽ ബയോ കെമിസ്ട്രിക്കകത്ത് വരുന്ന ആരൊക്കെയാണ്, യൂറിനാലിസിസും ബ്ലഡ് ബാങ്കും പിന്നെ നിങ്ങൾക്ക് തെറ്റില്ല, നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ. പിന്നെ നമ്മൾ പഠിച്ചത് ഒരു നല്ല ലാബിന് വേണ്ട സൗകര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെ, ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ നമ്മൾ മനസ്സിലാക്കി. പിന്നെ നമ്മൾ കണ്ടത് ഏതായിരുന്നു? NABL ബേസ് ചെയ്തുകൊണ്ട് അല്ലെ, നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ് കേട്ടോ. അതിന്റെ ഫുൾ ഫോം പഠിച്ചു വെക്കണം. NABL ബേസ് ചെയ്തിട്ട് നമ്മൾ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഞാൻ പറഞ്ഞു അവിടെ സാമ്പിളിന്റെ നമ്പർ നോട്ട് ചെയ്ത് വെക്കാം. പ്രതിദിന കണക്കാണ്, അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി വെക്കുക. സ്മോൾ ആണോ മീഡിയം ആണോ എന്നുള്ളതൊക്കെ നോക്കി വെക്കുക കേട്ടോ. പിന്നെ നമ്മൾ കണ്ടത് എന്തായിരുന്നു? ലാബിന്റെ പോളിസി പ്രൊസീജിയറുകളാണ്. അപ്പൊ 4 സ്റ്റെപ്പ് ഓർമ്മയുണ്ട്. സാമ്പിൾ ലാബലിന് റിക്വസിഷൻ ഫോം, സാമ്പിൾ അക്സെപ്റ്റൻസ് ഓർ റിജക്ഷൻസ്, ലബോറട്ടറി റെക്കോർഡ്, അങ്ങനെ 4 പ്രൊസീജിയറുകൾ നമ്മൾ പഠിച്ചിരുന്നു. ലബോറട്ടറി റെക്കോർഡ്സിനകത്ത് ഉൾപ്പെടുത്തേണ്ട രേഖകൾ എന്തൊക്കെയാണ്, പിന്നെ നമ്മൾ കണ്ടത് ജനറൽ ആയിട്ട് എടുക്കേണ്ട സേഫ്റ്റി മെഷേഴ്സുകൾ എന്തൊക്കെയാണ് അല്ലെ. പിന്നെ സിംബലുകൾ ഇമ്പോർട്ടന്റ് ആണ്, നോക്കി വെക്കണം കേട്ടോ. പിന്നെ ലാസ്റ്റ് എന്താ നമ്മൾ പറഞ്ഞത്? എന്തായിരുന്നു? ലാബ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റി. ഓക്കെ, ഇതോട് കൂടിയിട്ട് ഈ ചാപ്റ്റർ നമ്മുടെ അവസാനിക്കുകയാണ് കേട്ടോ. ക്ലിനിക്കൽ ബയോകെമിസ്ട്രി ഇനി ഞാൻ പറയണോ? നമുക്ക് അടുത്തൊരു ചാപ്റ്ററും കൂടി ഉണ്ട്. ബയോകെമിസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ശരീരത്തിനകത്തുള്ള കെമിക്കൽ റിയാക്ഷൻസിന്റെ ആ ഒരു അനലൈസ് ആണ് കേട്ടോ ചെയ്യുന്നത്. അതിന്റെ എന്താണ് പറയുക, നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ബ്ലഡ്, മറ്റുള്ള ബോഡി ഫ്ലൂയിഡ്സുകള്, ഇനി സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഇല്ലേ, പ്രധാനമായിട്ടും ബോഡി ഫ്ലൂയിഡ്സിനെ അനലൈസ് ചെയ്തുകൊണ്ട് പല രോഗനിർണയം നടത്തുന്നതാണ് ക്ലിനിക്കൽ ബയോകെമിസ്ട്രി എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ കുറെ കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ഉണ്ട്. എൻസൈമുകൾ, ഹോർമോണുകൾ, പ്രോട്ടീനുകൾ, ലിപ്പിഡുകൾ, കാർബോഹൈഡ്രേറ്റുകൾ ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ അതിനെയൊക്കെ നമുക്ക് അനലൈസ് ചെയ്തുകൊണ്ട് പല രോഗങ്ങളെയും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അങ്ങനെയുള്ള പരിശോധനകളാണ് ബയോകെമിസ്ട്രിക്കകത്ത് ചെയ്യുന്നത്. ബയോകെമിസ്ട്രി എന്ന് കേൾക്കുമ്പോഴേ ബയോളജി ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്. നമ്മുടെ കെമിക്കൽ റിയാക്ഷൻസ്, നമ്മുടെ ജീവനുള്ളവയിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസ് ആണ്. നമ്മുടെ കെമിക്കൽസ് ഏതൊക്കെയാണ്? നമ്മുടെ ശരീരത്തിനകത്ത് എൻസൈം ഉണ്ട്, ഹോർമോൺ, പ്രോട്ടീൻസ് ഒക്കെ നമ്മുടെ കെമിക്കൽസ് ആണ് അല്ലെ. അതിൽ പല വേരിയേഷൻസ് വരുമ്പോൾ നമുക്ക് പല രോഗങ്ങളും വരും. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അല്ലെ, ഹോർമോണിന്റെ ഇംബാലൻസ് കാരണം കൊണ്ട് ഒരുപാട് അസുഖങ്ങൾ വരും അല്ലെ. അപ്പൊ നമുക്ക് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റുകള്, ഡയബറ്റിസ്, തൈറോയിഡ് പ്രോബ്ലംസ്, അതൊക്കെ ടെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇത്തരം എന്താ പറയുക പരിശോധന ആവശ്യമായിട്ട്. ഓക്കെ, അപ്പൊ അതാണ് അങ്ങനെയുള്ള ടെസ്റ്റുകളാണ് ബയോകെമിസ്ട്രിക്കകത്ത് നടക്കുന്നത് കേട്ടോ. ഓക്കെ, അതിനകത്ത് ഹോർമോണൽ അസേ വരുന്നുണ്ട്, ബയോകെമിക്കൽ അനാലിസിസ് ഉണ്ട് കേട്ടോ. എന്താണ് 9ാമത്തെ പോയിന്റ്? 1, 2, 3, 9. റിലീസ് സാമ്പിൾസ് ടു ലബോറട്ടറി സ്റ്റാഫ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ഡ്യൂ ഡേറ്റ്സ് ആൻഡ് ടേൺ അറൌണ്ട് ടൈംസ്. ക്ലാസ് ശ്രദ്ധിക്കണം. നിങ്ങൾ ഓരോരുത്തരും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് നിങ്ങളുടെ പോർഷൻസ് തീരില്ല. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കണം. അവസാനം പോർഷൻസ് തീരാതെ വരുമ്പോൾ നിങ്ങൾ കംപ്ലൈന്റ് ആവും. കംപ്ലൈന്റ് പറയില്ലേ നിങ്ങള്? അപ്പോ അതൊന്ന് ധൈര്യമായിട്ട് നിങ്ങൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ ഒരുപാട് പ്രാവശ്യം പറയുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഒന്ന് ശ്രദ്ധിക്കാം. റിലീസ് സാമ്പിൾസ് ടു ലബോറട്ടറി സ്റ്റാഫ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ഡ്യൂ ഡേറ്റ്സ് ആൻഡ് ടേൺ അറൌണ്ട് ടൈംസ്.
ഡ്യൂ ഡേറ്റ് നമ്മളിപ്പോ സാമ്പിളുകൾ വരുമ്പോ അത് ആർക്ക് കൊടുത്തയക്കല്ല, സാമ്പിളുകൾ കൃത്യമായിട്ട് ലാബ് സ്റ്റാഫുകൾക്ക് റിലീസ് ചെയ്ത് കൊടുക്കുക. അതായത് MLT-കാരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് സാമ്പിൾസ് റിലീസ് ചെയ്തിട്ട് ആ സാമ്പിളുകൾ പരിശോധന നടത്തിയിട്ട് അതിന്റെ റിസൾട്ട് കൊടുക്കാൻ ഒരു ടൈം ഉണ്ട് അല്ലെ. തോന്നിയ സമയത്ത് കൊടുത്താൽ പോരാ. ചില ടെസ്റ്റുകളാണെങ്കിൽ 3-4 മണിക്കൂറിനുള്ളിൽ അതിന്റെ റിസൾട്ട് നമ്മൾ കൊടുക്കണം വേണ്ടേ. അപ്പൊ ആ ഒരു ഡ്യൂ ഡേറ്റ് എപ്പൊ പൂർത്തിയാക്കി, ആ പരിശോധന എപ്പൊ പൂർത്തിയാക്കി റിസൾട്ട് കൊടുക്കണം. ടേൺ അറൗണ്ട് ടൈം എന്ന് പറഞ്ഞ സെയിം തന്നെയാണ്, ടൈമാണ്. അതായത് ആ ഒരു ലാബ് പരിശോധനകൾ പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം, എത്ര സമയം കൊണ്ട് അത് പൂർത്തിയാക്കി കൊടുക്കണം, റിസൾട്ട് പബ്ലിഷ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവരെ അറിയിക്കാനുള്ളത് ലാബ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. മനസ്സിലായോ? റിലീസ് സാമ്പിൾസ് ടു ലബോറട്ടറി സ്റ്റാഫ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ഡ്യൂ ഡേറ്റ്സ് ആൻഡ് ടേൺ അറൗണ്ട് ടൈംസ്. സ്റ്റാഫുകൾ അറിയിക്കണം സാമ്പിൾ കൊടുത്തിട്ട്, ഓക്കെ, ഇത്ര സമയത്തിനുള്ളിൽ ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് കൊടുക്കണം എന്നുള്ള കാര്യങ്ങൾ അവരെ അറിയിക്കണം. മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ അല്ലേ? ശരി. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഇല്ല ഷെറിന മിസ് ലീവിലാണ് കേട്ടോ. ഷെറിന മിസ് ലീവിലാണ്, മിസ്സൊക്കെ ഉണ്ടാവില്ല. അപ്പം മിസ്സിന്റെ ക്ലാസ്, ഒരു ക്ലാസ് ഞാനാണ് കേട്ടോ ഹാൻഡിൽ ചെയ്യുന്നത്, പിന്നെ ഒരു ക്ലാസ് ആതിര മിസ്. ഓക്കെ, അങ്ങനെയാണ്. അപ്പൊ എനിക്ക് 2 അവർ ആഴ്ചയിൽ ഉണ്ടാകുന്നുള്ളൂ നിങ്ങൾക്ക്. അപ്പൊ മിസ് പോയപ്പോ എനിക്ക് ഒരു അവറും കൂടെ 3 അവർ ഉണ്ട് നിങ്ങളുടെ ക്ലാസ്. 3 അവർ എനിക്കുണ്ട്, 3 അവർ ആതിര മിസ് കേട്ടാ. അപ്പൊ അടുത്തത് കേട്ടോ, പുതിയൊരു ചാപ്റ്റർ നമുക്ക് തുടങ്ങാം. ഓക്കെ, ഏതാണ് ആ ചാപ്റ്റർ നോക്കാം. ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ ട്ടോ. ഹോസ്പിറ്റലിൽ മിസ്സിനോട് നിങ്ങളുടെ അന്വേഷണം പറയാം ട്ടോ. മിസ്സിന്റെ അന്വേഷണം പറയാം. ഓക്കെ, ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ. മിസ്സിനാണ് അല്ല പനി, ഷെറിന മിസ്സിനാണ് അല്ല പനിയായിട്ട് പോയത്, ലീവിലാണ്. മിസ്സിന്റെ മോള് 10th പഠിക്കുന്നത്. അപ്പം എക്സാമും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ മിസ്സിന് കുറേം കൂടെ അവിടെ ഫോക്കസ് ചെയ്യണം. അതുകൊണ്ട് മിസ് ലീവിൽ പോയേക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് മിസ് ഇല്ലാത്തത്. ഓക്കെ, മിസ്സിനോട് ഞാൻ അന്വേഷണങ്ങൾ പറയാം, നിങ്ങൾ അന്വേഷിച്ച കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. ഓക്കെ, അടുത്തതാണ് ഹോസ്പിറ്റൽ അക്വയർഡ്. ഉണ്ടാവും അഞ്ചിത ഉണ്ടാവും കേട്ടോ. പറയാം കേട്ടോ. ഭയങ്കര ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു മിസ്സാണിത് അല്ലെ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? നല്ലൊരു മിസ്സാണ്. അടുത്ത നോക്കാം, ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ. അങ്ങനെയുള്ള ആൾക്കാരെ കാണാൻ കിട്ടൽ കുറവാണ്. വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീയിങ് ആയിരുന്നു. ഓക്കെ, ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ ട്ടോ. പുതിയ ചാപ്റ്റർ ആണ്, ചാപ്റ്റർ നമ്പർ 9, ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ. അതാണ് ഇനി നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റർ കേട്ടോ. അപ്പൊ ആദ്യം നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, അത് കഴിഞ്ഞിട്ട് നമുക്ക് വായിക്കാം. ഓക്കെ, എന്താണ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാല്? ആ പേര് സൂചിപ്പിക്കുമ്പോ എന്തായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുക? ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ ആണ് അല്ലെ? ഹോസ്പിറ്റലിൽ നിന്നും ആർജിക്കുന്ന അസുഖങ്ങളാണ് അല്ലെ? ഹോസ്പിറ്റലിൽ നിന്നും ഉണ്ടാകുന്ന രോഗബാധയാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, നമുക്ക് അസുഖം വരുമ്പോ നമ്മൾ ചികിത്സിക്കാൻ പോണ സ്ഥലമാണ് ഹോസ്പിറ്റല്. അപ്പൊ അവിടെ പോയിട്ട് അവിടെ നിന്നും അസുഖം കിട്ടും നമുക്ക് കേട്ടോ. അതാണ് ഈ സംഭവം. ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്നാണ് പറയുക കേട്ടോ. ഹോസ്പിറ്റലിൽ നിന്നും ഉണ്ടാകുന്ന രോഗബാധ അല്ലെങ്കിൽ അണുബാധ. അപ്പൊ അതിനെ പറ്റിയുള്ള ഒരു ചാപ്റ്റർ ആണിത്. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഇങ്ങനൊരു സംഭവം ഉണ്ട്, ഇതിനെപ്പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതെങ്ങനെയൊക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം. കാര്യം നമ്മൾ പലപ്പോഴും ഹോസ്പിറ്റലിൽ പോകുന്ന ആളുകളാണ്, ചിലപ്പോൾ നമ്മൾ രോഗിയായിട്ടോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ബൈസ്റ്റാൻഡർ ആയിട്ടോ ഒക്കെ പോകുന്ന ആൾക്കാരാണ് അല്ലെ? അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരാം, അവിടെ നിന്നും നമുക്ക് അസുഖങ്ങൾ വരാം. അപ്പൊ അതിനെപ്പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോ ഈ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ പറയുന്ന മറ്റൊരു പേരാണെന്ത്? നോസോകോമിയൽ ഇൻഫെക്ഷൻ. ഇതാണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാം കേട്ടോ. ഇതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്ത് വരുന്നത്, അതൊന്നും ശ്രദ്ധിക്കാം. അതായത് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ പറയുന്ന മറ്റൊരു പേരാണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ. എന്താണ് പറയാ? നോസോകോമിയൽ ഇൻഫെക്ഷൻ. അതിനകത്ത് നോസോ, എവിടെ നമുക്ക് നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അത്ര ഫെമിലിയർ ആയിട്ടുള്ള ഒരു വാക്കൊന്നുമില്ല. അപ്പൊ നമ്മൾ എവിടെ നിന്നാണ് ആ വാക്ക് ഒറിജിനേറ്റ് ചെയ്തതെന്നുള്ളതും കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം. അതിനകത്ത് നോസോ എന്ന വാക്കിന്റെ അർത്ഥം ശരിക്കും രോഗം എന്നാണ് കേട്ടോ. നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്നാണ് പറയുക. അതിന് നോസോ എന്ന വാക്കിന്റെ ശരിക്കും അർത്ഥം രോഗം എന്നാണ്.
കൊമിയോൺ എന്ന വാക്കിന്റെ അർത്ഥം കൊമിയോൺ എന്ന വാക്കിനാണ് വന്നത്. കൊമിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രോഗത്തെ ശുശ്രൂഷിക്കുന്ന സ്ഥലമാണ് കേട്ടോ. രോഗത്തെ ശുശ്രൂഷിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ എവിടെയാണത്? ആശുപത്രി അല്ലെ. അപ്പൊ അതൊന്ന് ചേർത്ത് നോക്കി. നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആശുപത്രിയിൽ നിന്നും വരുന്ന രോഗങ്ങളാണ്. അപ്പൊ അതിന്റെ പേര് അതാണ് കേട്ടോ, നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറയാം. അതൊരു ചോദ്യമാണ്, നിങ്ങളോട് ചോദിക്കാം. ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ ഈസ് ആൾസോ നോൺ ആസ് എന്തെന്ന് അറിയപ്പെടുന്നുണ്ട്? നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്നും അറിയപ്പെടുന്നു. പിന്നെ വേറൊരു പേരും കൂടെ പറയാം. എന്താണെന്ന് അറിയാമോ? ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ കേട്ടോ. ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ അറിയാലോ. ഹെൽത്ത് കെയർ കൊടുക്കുന്ന സ്ഥലങ്ങളാണ് നമ്മുടെ ഹോസ്പിറ്റല്, ക്ലിനിക്കുകള് അല്ലെ. ചില റീഹാബിലിറ്റേഷൻ സെന്ററുകളിലൊക്കെ നമുക്ക് പരിചരണം നൽകുന്ന ഇത്തരം ഹെൽത്ത് കെയർ ഫെസിലിറ്റിയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന അസുഖം എന്ന അർത്ഥത്തില് നമുക്ക് ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ എന്നും അതിനെ വിളിക്കാം. അപ്പൊ 3 പേരുകളാണ് ഞാൻ പറഞ്ഞത്. എന്തൊക്കെയാണ്? ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്ന് പറയാം, നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറയാം, ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ എന്നും പറയാം. ഓക്കെ, 3 കാര്യങ്ങൾ. ഇനി എന്താണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ? എന്താണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാല്? സാധാരണ അത് നമ്മള് സമയം വെച്ചിട്ടാണ് പറയുക കേട്ടോ. ആ സമയത്ത് ഒന്ന് ശ്രദ്ധിക്കാൻ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, സമയം വെച്ചിട്ടാണ് അത് പറയുന്നത്. അതായത് ഒരു രോഗി ഏതെങ്കിലും ഒരു രോഗം മൂലം ആശുപത്രിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാല് പ്രവേശിച്ചു കഴിഞ്ഞ് ഒരു 48 മണിക്കൂറിന് ശേഷമാണ് ഇത്തരം രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്കതിന് നോസോകോമിയൽ ഇൻഫെക്ഷൻ ആണെന്ന് പറയാം. സമയം വെച്ചിട്ടാണ് പൊതുവെ അത് പറയാം കേട്ടോ. അതായത് ഇപ്പൊ രോഗി ഹോസ്പിറ്റലിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു 48 മണിക്കൂറിന് ശേഷമാണ് ഇത്തരം രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നതെങ്കിൽ അത് നമുക്ക് നോസോകോമിയൽ ഇൻഫെക്ഷൻ ആണെന്ന് പറയാം. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ചില രോഗികൾക്ക് ആശുപത്രി വിടുന്ന വരെ യാതൊരു പ്രോബ്ലം ഉണ്ടാവില്ല, എന്ന് വെച്ചാൽ യാതൊരു രോഗലക്ഷണങ്ങളും ഒന്നും ഉണ്ടാവില്ല. പിന്നെ അവർ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തി ഒരു 2-3 ദിവസമൊക്കെ കഴിയുമ്പോൾ ചില രോഗലക്ഷണങ്ങൾ പ്രകടമായിട്ട് വരികയാണ്. അപ്പൊ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? നോസോകോമിയൽ ഇൻഫെക്ഷൻ ആണെന്ന് പറയാം. മനസ്സിലായോ? പിന്നെ വേറൊരു സാഹചര്യം എന്താന്ന് വെച്ചാല് ഈ സർജറി കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസ് ഉണ്ടാകുമല്ലോ, ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ ഒരു 30 ദിവസം വരെ, 30 ദിവസം എന്നൊക്കെ പറഞ്ഞ ഒരു ഓൾമോസ്റ്റ് 1 മന്ത് നമുക്ക് വേണമെങ്കിൽ പറയാം, ഒരു 30 ദിവസം വരെയും ഇത്തരം രോഗലക്ഷണങ്ങൾ ഉണ്ടാവാം. എന്ന് പറഞ്ഞാല് ഈ സർജറി ഒക്കെ കഴിഞ്ഞ ഭാഗത്ത് എന്താ പറയാ, ചുവന്ന് തടിക്കുക, അല്ലെങ്കിൽ ഒരു പസ് പോലെ പഴുപ്പ് പോലെയൊക്കെ വരാം സർജറി ചെയ്ത ഭാഗത്ത്. അപ്പൊ അതിനെ തുടർന്ന് പിന്നെ ഫീവർ, പനിയൊക്കെ വരികയാണെങ്കിൽ അത് 30 ദിവസത്തിനുള്ളിലാണെങ്കിലും നമുക്കതിനെ നോസോകോമിയൽ ഇൻഫെക്ഷൻ ആയിട്ട് കണക്കാക്കാം. ഓക്കെ, ആ ഒരു ടൈം വെച്ചിട്ടാണ് അത് പറയുന്നത്. പിന്നെ എന്താണ് ഈ അസുഖത്തിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് ഈ ഒരു രോഗി ആശുപത്രിയിൽ പ്രവേശിക്കുന്ന സമയത്ത് ഈ അസുഖം ഉണ്ടായിരിക്കില്ല. മനസ്സിലായല്ലോ? അതായത് പ്രവേശിക്കുന്ന സമയത്ത് അയാൾക്ക് ഈ ഒരു അസുഖം ഉണ്ടായിരിക്കില്ല. പക്ഷെ എന്താണ്, പ്രവേശനം നേടിക്കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു അണുബാധ, ഈ ഒരു എന്താ പറയുക ഇൻഫെക്ഷൻ അവർക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് ആ പേര് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഹോസ്പിറ്റലിൽ നിന്നും ആർജിക്കുന്നതാണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്നും കിട്ടുന്ന രോഗമാണ്. ആ ഒരു അർത്ഥത്തിൽ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ മനസ്സിലായല്ലോ? ഒരു രോഗി രോഗം മൂലം ആശുപത്രിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്നും അണുബാധ ഏൽക്കാണ്, രോഗബാധ ഏൽക്കാണ്. ആ അണുബാധ മറ്റു പല അസുഖങ്ങൾക്കും കാരണമായിട്ട് മാറുക. അതാണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഈ അസുഖം വരുന്നത് സാധാരണ അണുക്കൾ മൂലമാണ് ഈ അസുഖം വരുന്നത്. എന്ന് വെച്ചാല് ഈ പറയുന്ന ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, പിന്നെ ചില പാരസൈറ്റ്സുകളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ശരീരത്തിനകത്ത്. അത് പുറത്തുനിന്നും ഒക്കെ നമുക്ക് ഈ പറയുന്ന ഇൻഫെക്ഷൻസ് വരാം. ഇപ്പൊ ചിലത് നമ്മുടെ എന്താ പറയുക നമ്മുടെ ശരീരത്തിനകത്ത് തന്നെ ചില സൂക്ഷ്മ രോഗാണുക്കളുണ്ട്. ഓക്കെ, ഈ പറയുന്ന മൈക്രോ ഓർഗാനിസം, ചില വൈറസുകൾ, ബാക്ടീരിയ, ഇക്കോളി എന്നൊക്കെ പറയുന്ന ബാക്ടീരിയ, വൈറസുകള്, അതുപോലെ ചില പാരസൈറ്റുകള്, വിരകളൊക്കെ നമ്മുടെ ശരീരത്തിനകത്ത് തന്നെ ഉണ്ട്. അപ്പൊ അത് ചിലപ്പോൾ ക്രമാതീതമായിട്ട് വർദ്ധിച്ചാലും നമുക്ക് ഈ അണുബാധ ഉണ്ടാകാം. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ പൊതുവെ പറയാ എൻഡോജിനസ് ഏജൻസ് വഴിയായിട്ട് ഉണ്ടാവും പറയും. എൻഡോജനസ് എന്ന് പറഞ്ഞാൽ ഉള്ളില് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള എന്താ പറയാ ഇത്തരത്തിലുള്ള രോഗാണുക്കൾ മൂലവും നമുക്ക് ഈ അസുഖം വരാം. അപ്പൊ അതിന് എൻഡോജിനസ് ഏജൻസ് എന്ന് പറയാം. അത് കൂടാതെ നമുക്ക് പുറത്തുനിന്നും കിട്ടാം. പുറത്ത് ബാക്ടീരിയ, വൈറസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അത് വഴിയായിട്ട് നമുക്ക് ഈ അണുബാധ ഉണ്ടാവും. അപ്പൊ നമ്മൾ എക്സോജിനസ് ഏജൻസ് എന്നാണ് ഞാൻ പറയാ. എക്സോജനസ് എന്ന് വെച്ചാൽ എക്സ്റ്റേണൽ ആയിട്ട് പുറത്തുനിന്നുള്ള ആ ഒരു സൂക്ഷ്മ രോഗാണുക്കൾ മൂലം നമുക്ക് ഈ ഒരു അസുഖം ഉണ്ടാവും. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ്. പിന്നെ എന്താന്ന് വെച്ചാല്
ഇത്തരം ഈ പറയുന്ന രോഗാണുക്കളെയൊക്കെ ഒരു പരിധി വരെ തടയാനായിട്ട് നമ്മുടെ ശരീരത്തിന് തന്നെ ചില പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് ഉണ്ട്. നമ്മുടെ ശരീരത്തിന് തന്നെ ഇത്തരം അണുക്കൾ ഒരു പരിധി വരെ എന്താ പറയാ തടയാനുള്ള സെറ്റപ്പ് നമ്മുടെ ശരീരത്തിനകത്ത് തന്നെ ഉണ്ട്. ഏറ്റവും നല്ല എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ സ്കിന്ന് നമുക്ക് പറയാം. നമ്മുടെ തൊലി ഉണ്ടല്ലോ, സ്കിന്ന് നല്ലൊരു ബാരിയർ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു പരിധി വരെ ഒരുപാട് രോഗാണുക്കളെ നമ്മുടെ ശരീരത്തിനകത്തോട്ട് കയറുന്നതിന് തടയുന്ന ഒരു ഭാഗമാണ് നമ്മുടെ സ്കിന്ന്. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പൊ വായ, അതുപോലെ മൂക്ക്, നമ്മുടെ അങ്ങനെയുള്ള ഭാഗം, ഇപ്പൊ നമ്മുടെ കുടല്, അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അവിടെയൊക്കെ ചെറിയ ചെറിയ കവറിങ്സ് ഉണ്ട്. ചെറിയ നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷെ കവറിങ്സ് ഉണ്ട്. ഈ കവറിങ്സ് എന്നൊക്കെ പറഞ്ഞ് ഇത്തരം അണുക്കളെയൊക്കെ ശരീരത്തിനകത്തോട്ട് പ്രവേശിക്കുന്നതിനെ ഒരു പരിധി വരെ തടയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനെ പുറത്തേക്ക് തുറക്കുന്ന ചില ഭാഗങ്ങളുണ്ടല്ലോ, അവിടെയൊക്കെ ചില കവറിങ്സ് ഉണ്ട് ഇത്തരം അണുക്കളെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്. അതൊക്കെ നമുക്കുള്ള നോർമൽ ആയിട്ടുള്ള ബാരിയേഴ്സുകളാണ്, പ്രൊട്ടക്ട് ചെയ്യാനുള്ള നോർമൽ ബാരിയേഴ്സ് ആണ്. പക്ഷേ നമ്മൾ ആശുപത്രിയിൽ പ്രവേശിക്കുന്ന സമയത്ത്, നമ്മൾ അഡ്മിറ്റ് ആവുന്ന സമയത്ത്, ഇത് ആശുപത്രിയിൽ വരുന്ന അസുഖമാണല്ലോ. അപ്പൊ ആശുപത്രിയിൽ പ്രവേശിക്കുന്ന സമയത്ത് നമ്മളിപ്പോ ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട് അല്ലെ, നമ്മൾ സിറിഞ്ച് ഉപയോഗിച്ച് ഇഞ്ചക്ഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ ചിലപ്പോൾ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഒക്കെ വരികയാണെങ്കിൽ, സിവിയർ ആയിട്ട് വരികയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് മൂത്രനാളിയിലൂടെയൊക്കെ ട്യൂബ് ഒക്കെ പ്രവേശിപ്പിക്കേണ്ടതായിട്ട് വരും. അതുപോലെ കത്തീറ്ററുകളൊക്കെ പ്രവേശിപ്പിക്കേണ്ടതായിട്ട് വരും. നമ്മൾ ഡയാലിസിസ് ഒക്കെ പഠിച്ചില്ലേ, അപ്പൊ കത്തീറ്ററുകളൊക്കെ പ്രവേശിപ്പിക്കേണ്ടതായിട്ട് വരും. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിലൊക്കെ ഒരു ഇൻസിഷൻ, ഒരു മുറിവുണ്ടാക്കിയിട്ടാണ് നമ്മൾ ഇത്തരം ട്യൂബുകളൊക്കെ ശരീരത്തിനകത്തോട്ട് കയറ്റി വിടുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞ ഈ ബാരിയറുകളൊക്കെ അത് നശിപ്പിക്കും അല്ലെ. സ്കിന്നിലൂടെ നമ്മൾ ഇഞ്ചക്ഷൻ ചെയ്യുകയാണെങ്കിലും, അല്ലെങ്കിൽ ഈ യൂറിനറി ട്രാക്റ്റിലൂടെ ട്യൂബ് ഇറക്കുമ്പോഴും, കത്തീറ്റർ ഒക്കെ വെക്കുന്നത് നമ്മുടെ സ്കിന്ന് തുളച്ചിട്ടാണെങ്കിൽ അവിടെ ഒരു ഇൻസിഷൻ ഉണ്ടാക്കിയിട്ടാണ് നമ്മുടെ ശരീരത്തിനകത്തോട്ട് കയറ്റി വിടുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള നോർമൽ ബാരിയറുകളെയൊക്കെ അത് തടയും, അത് നശിപ്പിക്കും. അപ്പോ ഇത്തരം ട്യൂബുകൾ വഴിയായിട്ടും അണുക്കൾ എങ്ങോട്ടേക്ക് കയറും, നമ്മുടെ ശരീരത്തിനകത്തോട്ട് കയറാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഈ ഇൻഫെക്ഷൻ വരുന്നത്. ഓക്കെ, പിന്നെ മാത്രമല്ല, ഇത് രോഗിക്ക് മാത്രമല്ല കേട്ടോ വരുന്നത്, രോഗിയുമായിട്ട് സമ്പർക്കം പുലർത്തുന്ന ഡോക്ടേഴ്സിനായാലും നഴ്സുമാർക്കായാലും മറ്റു മെഡിക്കൽ സ്റ്റാഫുകൾക്കായാലും ഒക്കെ ഈ പറയുന്ന അസുഖം വരാനുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ എന്താ പറയാ വയസ്സായ ആളുകളുണ്ടല്ലോ, ഒത്തിരി വയസ്സായ ആളുകളാകുമ്പോൾ അവർക്ക് അവരുടെ ഇമ്മ്യൂണിറ്റി പവർ ഭയങ്കരമായിട്ട് കുറഞ്ഞു പോകും. അപ്പൊ അവർക്ക് ഈ അസുഖം വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഈ പറയുന്ന വൃക്കരോഗികളൊക്കെ ഉണ്ടല്ലോ, വൃക്ക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവര്, പിന്നെ ക്യാൻസർ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ, കീമോ ഒക്കെ ചെയ്യുന്ന ആൾക്കാരാകുമ്പോൾ ഭയങ്കര എന്താ പറയാ റെസിസ്റ്റൻസ് വളരെ കുറവായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഈ ഒരു ഇൻഫെക്ഷൻ വരാനുള്ള റിസ്ക് വളരെയധികം കൂടുതലാണ്. മനസ്സിലായോ? ഇതാണ് ഈ പറയുന്ന നോസോകോമിയൽ ഇൻഫെക്ഷൻ. മനസ്സിലായോ? നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്താണെന്നുള്ളത് ആശുപത്രിയിൽ നിന്നും ഉണ്ടാകുന്ന അസുഖം തന്നെയാണ് കേട്ടോ. ഇതെന്താ പ്രത്യേകത എന്ന് വെച്ചാൽ, ആശുപത്രിയിൽ പ്രവേശിക്കുന്ന സമയത്ത് അവർക്ക് ഈ അസുഖം ഉണ്ടാവില്ല, പക്ഷെ പ്രവേശിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു അസുഖം അവർക്ക് വരുന്നത്. അതുകൊണ്ടാണ് പേര് അങ്ങനെ വന്നത്, ഹോസ്പിറ്റൽ അക്വയേർഡ് ഇൻഫെക്ഷൻ എന്ന പേര് വരുന്നത്. നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് എന്താണ് ഹോസ്പിറ്റൽ അക്വയേർഡ് ഇൻഫെക്ഷൻ, അതുപോലെ തന്നെ അതിന്റെ പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ഓക്കെ, പിന്നെ ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെയാണ് ഈ ഒരു ഇൻഫെക്ഷൻ നമുക്ക് ലഭിക്കുന്നത്, പിന്നെ ഈ ഒരു ഇൻഫെക്ഷന്റെ സ്പ്രെഡിങ് എങ്ങനെയാണ്, അതായത് ഒരു കുറച്ച് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഏതൊക്കെ രീതിയിലാണ് ഈ അണുക്കള് വ്യാപിക്കുന്നത്, അതിനെ എങ്ങനെയൊക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും, ഏതൊക്കെ രീതിയിൽ നമുക്കതിനെ തടയാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ചാപ്റ്ററിനകത്ത് പഠിക്കുന്നുണ്ട്. പിന്നെ നമുക്കൊരു കമ്മിറ്റി പഠിക്കാനുണ്ട്, ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി. നമ്മൾ ഫാർമസി പഠിച്ചപ്പോ ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടൊരു കമ്മിറ്റി പഠിച്ചില്ലേ, അതുപോലെ ഇതിനകത്തൊരു ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിനകത്ത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്, നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് കടക്കാം ചാപ്റ്ററിനകത്തോട്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത്? ശരി, അപ്പൊ നമുക്കിത് തുടങ്ങാം കേട്ടോ. ഇൻട്രൊഡക്ഷൻ നമുക്ക് വായിക്കാം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളില്ലേ, ഇതൊക്കെ തന്നെയാണ് കേട്ടോ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. എ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ ഈസ് ആൾസോ നോൺ ആസ് എ നോസോകോമിയൽ ഇൻഫെക്ഷൻ. അണ്ടർലൈൻ ചെയ്തു വെച്ചോ കേട്ടോ, ചോദ്യം വരാം. ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ, അതിലൊരു കാര്യം കൂടെ പറയട്ടെ. ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ ഒന്നും നീട്ടി പരത്തിയൊന്നും ചിലപ്പോൾ എഴുതിയെന്ന് വരില്ല. HAI എന്നാണ് കേട്ടോ എഴുതാം, HAI. അപ്പൊ ഈ HAI കേൾക്കുന്നത് എന്ത് സാധനമാണെന്ന് വിചാരിക്കരുത്, അത് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷന്റെ ചുരുക്കി എഴുതുന്നതാണ് കേട്ടോ HAI. ഓക്കെ, അപ്പൊ വായിക്കാൻ നമുക്ക്. എ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ ഈസ് ആൾസോ നോൺ ആസ് എ നോസോകോമിയൽ ഇൻഫെക്ഷൻ. ഓക്കെ, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഇനി നോസോകോമിയൽ എന്ന വാക്കിന്റെ ഒറിജിനേഷൻ എവിടെ നിന്നാണുള്ളത്? ഓക്കെ,
നോക്കാട്ടാ. The word nosocomial is derived from the Latin word nosocomion. അണ്ടർലൈൻ ചെയ്ത് വെക്കാട്ടോ. nosocomion which means ഹോസ്പിറ്റൽ. ശരിക്കും നോസോ രോഗം അങ്ങനെയാണ് കേട്ടോ. പക്ഷെ നിങ്ങൾ ഇതിലുള്ളത് പഠിച്ചാൽ മതി. ഇതിലുള്ളത് കറക്റ്റ് ആണ്, ഇത് തന്നെ പഠിച്ചാൽ മതി കേട്ടോ. നോസോകോമിയൽ എന്ന വാക്ക് ലാറ്റിൻ പദമായിട്ടുള്ള നോസോകോമിയോൺ എന്ന വാക്കിൽ നിന്നാണ് വന്നത്. അതിന്റെ അർത്ഥം എന്താണ്? ഹോസ്പിറ്റൽ എന്നാണ് കേട്ടോ. ആശുപത്രി എന്നാണ് ഇതിന്റെ അർത്ഥം. ഓക്കെ. ഇറ്റ് ഈസ് എൻ ഇൻഫെക്ഷൻ that is acquired in a hospital or other health care facility. അല്ലെ? ഓക്കെ, നിങ്ങൾക്ക് അറിയാലോ, ഇതൊരു ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നതാണെങ്കിൽ മറ്റേതെങ്കിലും ഹെൽത്ത് കെയർ ഫെസിലിറ്റി, ക്ലിനിക്കുകളാവാം, അല്ലെങ്കിൽ വല്ല ലാബുകളായിരിക്കാം. അങ്ങനെ ഏതൊരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ നിന്നും ഇത്തരം ഒരു ഇൻഫെക്ഷൻ നമുക്ക് ബാധിക്കാം. ഓക്കെ. ഇറ്റ് ഈസ് ആൾസോ കോൾഡ് ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ. അപ്പൊ മൂന്നാമത്തെ പേരും കിട്ടിയല്ലോ, ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ എന്നതിന് പേരുണ്ട് കേട്ടോ. നോക്കാം. Such an infection may be acquired in hospitals, rehabilitation centers, nursing homes, outpatient clinics, diagnostic laboratories, or other clinical settings. അതായത് ഒരു പറയുകയാണെ എങ്ങനെയൊക്കെ ഇൻഫെക്ഷൻസ് വരാം. ഹോസ്പിറ്റലിൽ നിന്ന് വരാം, റീഹാബിലിറ്റേഷൻ സെന്ററുകൾ വഴിയായിട്ട് വരാം, നഴ്സിംഗ് ഹോമുകൾ, അങ്ങനെ മൊത്തത്തിൽ ഹെൽത്ത് കെയർ കൊടുക്കുന്ന എവിടെ നിന്ന് വേണമെങ്കിലും ഈ ഒരു ഇൻഫെക്ഷൻ ലാബിൽ നിന്ന് വരാം, അല്ലെ? അപ്പൊ ഇവിടെ നിന്നൊക്കെ ഇത്തരം ക്ലിനിക്കൽ സെറ്റിംഗ്സിലൊക്കെ ഈ പറയുന്ന ഇൻഫെക്ഷൻ വരാനുള്ളൊരു സാധ്യതയുണ്ട്. ഓക്കെ. പിന്നെന്താ പറയുന്നത്? ഇൻഫെക്ഷൻ ഈസ് സ്പ്രെഡ് ടു ദ അഫക്റ്റഡ് പേഷ്യന്റ് ഇൻ ദ ക്ലിനിക്കൽ സെറ്റിംഗ് ബൈ മെനി മീൻസ്. അത് മാത്രമല്ല, ഈ ഒരു ഇൻഫെക്ഷൻ ഈ പറയുന്ന പേഷ്യന്റിലോട്ട് പല രീതിയിലും വരാം, അല്ലെ? പല സാഹചര്യത്തിലൂടെ ആ ഒരു പേഷ്യന്റിനകത്തേക്ക് അത് ലഭിക്കാം, ഈ ഒരു ഇൻഫെക്ഷൻ ലഭിക്കാം. ഇവിടെ നോക്കുക. ഹെൽത്ത് കെയർ സ്റ്റാഫ് ആൾസോ സ്പ്രെഡ് ഇൻഫെക്ഷൻ besides to contaminated equipment, dead linens or air droplet. AU എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഒന്ന് വെക്ക എയർ എന്നാക്കാട്ടോ. എയർ. ഓക്കെ. എയർ ഡ്രോപ്ലെറ്റ് കേട്ടോ. അങ്ങനെ വായിക്കണേ. ഹെൽത്ത് കെയർ സ്റ്റാഫ് ആൾസോ സ്പ്രെഡ് ഇൻഫെക്ഷൻ besides to contaminated equipment, dead linens or air droplet. അതായത് ഈ പറയുന്ന നമുക്ക് ഔട്ട്സൈഡ് എൻവയോൺമെന്റിൽ നിന്ന്, അല്ലെ, പുറത്ത് എന്നുള്ള സാഹചര്യം ഞാൻ പറഞ്ഞല്ലോ, പുറത്തുനിന്ന് മറ്റു പല ഇൻഫെക്റ്റീവ് ഏജൻസ്, ബാക്ടീരിയ, വൈറസ് മൂലം ഈ അസുഖം വരാം. അതുപോലെ തന്നെ ബെഡ് ലിനൻസ്, അല്ലെ, ആശുപത്രിയാണ്, സ്വാഭാവികമായിട്ട് അവിടെ ചെല്ലുമ്പോൾ ഉപയോഗിക്കുന്ന ബെഡ്ഷീറ്റുകൾ, പില്ലോ കവർ, കർട്ടനുകള്, അല്ലെ, അവിടെ നിന്നൊക്കെ ഈ പറയുന്ന ഇൻഫെക്ഷൻ ലഭിക്കാം. എയർ ഡ്രോപ്ലെറ്റ്സിൽ നിന്ന് ലഭിക്കാം, അല്ലെ? ഇപ്പൊ വായുവിലൂടെ മറ്റുള്ള വ്യക്തികളുടെ ചുമ, അല്ലെങ്കിൽ അവർ തുമ്മുന്ന സമയത്ത്, സംസാരിക്കുന്ന സമയത്ത് അവര് പോലും അറിയാതെ എന്താണ് എയറിലോട്ട് കടക്കുന്ന ചില ഈ പറയുന്ന രോഗാണുക്കളെ വലിക്കുന്ന അവരുടെ ശരീര സ്രവങ്ങളൊക്കെ ഉണ്ടാവും, അല്ലെ? അപ്പൊ അതുവഴിയായിട്ടും ഇത്തരം ഇൻഫെക്ഷൻസ് വരാം. അതുപോലെ തന്നെ അതിന് പുറമെ ഹെൽത്ത് കെയർ സ്റ്റാഫുകളും അവരിൽ നിന്നും ഇൻഫെക്ഷൻ വരാം. ഹെൽത്ത് കെയർ സ്റ്റാഫുകൾ, ഇപ്പൊ ഒരു ഡോക്ടർ ഒരു രോഗിയെ പരിശോധിക്കുന്ന ഡോക്ടർ അയാൾ അടുത്ത രോഗിയെ കാണാൻ വരുമ്പോൾ ചിലപ്പോൾ ഈ രോഗിയിൽ നിന്നും എന്തെങ്കിലും അണുബാധ ഇയാൾക്ക് എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഡോക്ടർ മറ്റൊരു രോഗിയുടെ അടുത്ത് പോകുമ്പോൾ അയാളിലേക്ക് അത് സ്പ്രെഡ് ചെയ്യാൻ കാരണമാവും, അല്ലെ? വേണ്ടത്ര സേഫ്റ്റി മെഷേഴ്സ് എടുത്തിട്ടില്ലെങ്കിൽ. ഓക്കെ. ആ രീതി, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോ ഈ പറയുന്ന ഹെൽത്ത് കെയർ സ്റ്റാഫുകൾ വഴിയായിട്ടും ഈ ഒരു ഇൻഫെക്ഷൻസ് വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി എന്താണ്? ഇറ്റ് ക്യാൻ ആൾസോ ഒറിജിനേറ്റ് ഫ്രം ദ ഔട്ട്സൈഡ് എൻവയോൺമെന്റ്, another infected patient, staff who are infected, or in some cases the source of the infection cannot be ascertained. ഇപ്പൊ പറഞ്ഞ കാര്യമാണ്, പല രീതിയിൽ വരാം ഇൻഫെക്ഷൻ. ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഈ ഇൻഫെക്ഷന്റെ സോഴ്സ് എവിടെയാണെന്ന് പോലും നമുക്ക് എന്താണ് അസർട്ടൈൻ ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചൊന്നുമില്ല. എവിടെ നിന്ന് വന്നു ഈ അസുഖം എന്ന് നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് മനസ്സിലാക്കാൻ തന്നെ പറ്റിയെന്ന് വരില്ല. ഓക്കെ. അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഇൻ സർട്ടൈൻ കേസസ് the microorganism emerges from the patient's own skin, becoming opportunistic after the surgery. അതായത് ഇപ്പൊ രോഗിയുടെ ശരീരത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എൻഡോജിനസ് ഞാൻ പറഞ്ഞില്ലേ, അതായത് നമ്മുടെ രോഗിയുടെ ശരീരത്തിനകത്ത് തന്നെയുള്ള ചില രോഗാണുക്കളുണ്ട്. അപ്പൊ അത് ക്രമാതീതമായിട്ട് വർദ്ധിച്ചു കഴിഞ്ഞാലും എന്ത് സംഭവിക്കും? അതിലൂടെ ഈ പറഞ്ഞ ഇൻഫെക്ഷൻ വരാം. ഓക്കെ. അതാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ബിക്കമിങ് ഓപ്പർച്യൂണിസ്റ്റിക് ആഫ്റ്റർ സർജറി. ഇപ്പൊ സർജറി ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ഉള്ളിലത്തെ തന്നെ രോഗാണുക്കൾ മൂലം അയാൾക്ക് ഇൻഫെക്ഷൻ സംഭവിക്കാം. അതുകൂടാതെ മറ്റുള്ളവരിൽ നിന്നും ഇൻഫെക്ഷൻ വരാമെന്നാണ് പറയുന്നത് കേട്ടോ. Nosocomial infection shows a tendency to lack proof that it was present when the patient got into the healthcare setting, thus meaning it was acquired post admission. അതായത് പറഞ്ഞല്ലോ, അതായത് ഒരു രോഗിനെ ആശുപത്രിയിൽ പ്രവേശിക്കുന്ന സമയത്ത് അയാൾക്ക് അസുഖം ഉണ്ടാവില്ല, പക്ഷെ പ്രവേശിപ്പിച്ചതിന് ശേഷമാണ് അവർക്ക് ഈ ഒരു അണുബാധ ഉണ്ടാവുന്നത്. അപ്പൊ ആ ഒരു അർത്ഥത്തിലാണ് അതൊരു ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ ആണ് അല്ലെങ്കിൽ
പോസ്റ്റ് അഡ്മിഷൻ അല്ലെ, അഡ്മിഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ആ ഒരു അസുഖം വരുന്നത്. ഓക്കെ, ആ ഒരു അർത്ഥത്തിലാണ് ആ പേര് അങ്ങനെ വന്നത് കേട്ടോ, ഹോസ്പിറ്റൽ അക്വയേർഡ് ഇൻഫെക്ഷൻ എന്ന് വന്നത്. അപ്പൊ അതിനകത്ത് പറഞ്ഞ കാര്യം ഇത്രയും നിങ്ങൾ പഠിച്ചാൽ മതി. ഹോസ്പിറ്റൽ അക്വയേർഡ് ഇൻഫെക്ഷൻ പറയുന്ന മറ്റു പേരുകൾ പഠിച്ചു വെക്കാം. നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ എന്നും പറയാം. ഓക്കെ, പിന്നെ പഠിക്കേണ്ടത് നോസോകോമിയൽ എന്ന വാക്കിന്റെ ഒറിജിനേഷൻ എവിടെ നിന്നാണ്. നോസോകോമിയോൾ എന്ന് പറയുന്ന ലാറ്റിൻ പദത്തിൽ നിന്നുമാണ് ആ ഒരു വാക്ക് ഒറിജിനേറ്റ് ചെയ്ത് വന്നത്. നോസോകോമിയോൾ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഹോസ്പിറ്റൽ എന്നാണ് കേട്ടോ. ആ ഒരു പദത്തിൽ നിന്നുമാണ് നോസോകോമിയൽ എന്ന വാക്ക് ഒറിജിനേറ്റ് ചെയ്ത് വന്നത്. പിന്നെ 3 പേരുകൾ അതിന്റെ പഠിച്ചു വെക്കാം, അത്രയേ ഉള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. എങ്ങനെയൊക്കെ വരാം, ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെ വരാമെന്നുള്ളതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, അടുത്തത് കേട്ടോ. മനസ്സിലായില്ലേ പറഞ്ഞത്? ക്ലിയർ ആയില്ലേ? അടുത്തത്, വാട്ട് ആർ ദ സിംറ്റംസ് ഓഫ് നോസോകോമിയൽ ഇൻഫെക്ഷൻസ് കേട്ടോ. നോസോകോമിയൽ ഇൻഫെക്ഷൻസിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? കോമൺ ആയിട്ട് ഇത്തരം ഇൻഫെക്ഷൻസിനെ കാണിക്കുന്ന ലക്ഷണങ്ങൾ, സിംറ്റംസുകൾ എന്തൊക്കെയാണ് കേട്ടോ നോക്കാം നമുക്ക്. ഫോർ HAI എന്താണ്? ഹോസ്പിറ്റൽ അക്വയേർഡ് ഇൻഫെക്ഷൻ ആണ് കേട്ടോ. ദ ഇൻഫെക്ഷൻ മസ്റ്റ് എറൈസ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു സമയം വെച്ചിട്ടാണ് ഇത് പറയാന്ന്. അപ്പൊ ടൈം ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് പഠിച്ചു വെക്കുക കേട്ടോ. എപ്പോഴൊക്കെയാണ്? അപ് ടു 48 hours ആഫ്റ്റർ ഹോസ്പിറ്റൽ അഡ്മിഷൻ അല്ലെ. ഹോസ്പിറ്റലില് അഡ്മിറ്റ് ചെയ്തതിന് ശേഷം 48 മണിക്കൂറിനുള്ളിലാണ് ഇത്തരം രോഗലക്ഷണങ്ങൾ ഉണ്ടാവുന്നതെങ്കിൽ നമുക്കതിനെ നോസോകോമിയൽ ഇൻഫെക്ഷൻ ആയിട്ട് കണക്കാക്കാം. ഓക്കെ, അപ്പൊ നോക്കൂ, അപ് ടു 48 hours ആഫ്റ്റർ ഹോസ്പിറ്റൽ അഡ്മിഷൻ. ഓക്കെ, രണ്ടാമത് എന്താണ്? അപ് ടു 3 days ആഫ്റ്റർ ഡിസ്ചാർജ് അല്ലെ. ചില ആളുകൾക്ക് എന്താണ്, ഒരു ആശുപത്രി വിടുന്നവരെ യാതൊരു ലക്ഷണങ്ങളും ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് അവർ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോയി ഒരു 2-3 ദിവസമൊക്കെ കഴിയുമ്പോഴായിരിക്കും ഇത്തരം ലക്ഷണങ്ങൾ ഭയങ്കര പ്രകടമായിട്ട് വരും. അപ്പൊ അതിനെ നമുക്ക് നോസോകോമിയൽ ഇൻഫെക്ഷൻ ആയിട്ട് കണക്കാക്കാം. അതുകൊണ്ടാണ് പറഞ്ഞത് അപ് ടു 3 days ആഫ്റ്റർ ഡിസ്ചാർജ് കേട്ടോ. പിന്നെ എന്താ പറയുന്നത്? ഇൻ എ ഹെൽത്ത് കെയർ ഫെസിലിറ്റി when someone was admitted for reasons except for the infection. ഇനി ഇൻഫെക്ഷൻ അല്ലാതെ കാരണം കൊണ്ട് ഏതെങ്കിലും രോഗികൾ ഹോസ്പിറ്റലിൽ വരികയാണെങ്കിൽ അവരിൽ നിന്നും നമുക്ക് എന്ത് വരാം? ഈ പറയുന്ന അണുബാധ ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ പഠിച്ചു വെക്കാം. 48 മണിക്കൂറിന് ശേഷം, അഡ്മിഷന് ശേഷം 48 മണിക്കൂർ, ഡിസ്ചാർജിന് ശേഷം 3 ദിവസം വരെയും ഈ ഒരു ഇൻഫെക്ഷൻ എന്താണ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആ 48 hours ആഫ്റ്റർ ഹോസ്പിറ്റൽ അഡ്മിഷനും 3 days ആഫ്റ്റർ ഡിസ്ചാർജും നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അടുത്തത് ദ മോസ്റ്റ് കോമൺ ടൈപ്സ് ഓഫ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് ആണ്. സാധാരണയായിട്ട് കാണുന്ന ഇൻഫെക്ഷൻസ് HAIs, ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അതും പഠിച്ചു വെക്കണം. ഏതൊക്കെയാണ്? ഒന്ന്, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്, ഈ പറയുന്ന യൂറിനറി ഇൻഫെക്ഷൻസ് ഒക്കെ വരിക അതൊരു നോസോകോമിയൽ ഇൻഫെക്ഷൻ ആണ്. അതുപോലെ തന്നെ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ് പറഞ്ഞല്ലോ, സർജറി കഴിഞ്ഞ ഭാഗത്ത് ചുവന്ന തടിക്കുക, അല്ലെങ്കിൽ അവിടെ പഴുപ്പ് പോലെ വരിക, പനി വരിക, അതൊക്കെ അതിനകത്ത് വരും കേട്ടോ, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ്. പിന്നെ വരുന്നത് ഗാസ്ട്രോ എന്ററൈറ്റിസ്. എന്താണ് ഗാസ്ട്രോ എന്ററൈറ്റിസ് എന്ന് പറഞ്ഞാല്? ഈ പറയുന്ന ആമാശയ സംബന്ധമായിട്ട് അല്ലെങ്കിൽ കുടൽ സംബന്ധമായിട്ടൊക്കെ ഉണ്ടാകുന്ന അസ്വസ്ഥത ഉണ്ട് കേട്ടോ. അവിടെ അങ്ങനെയൊക്കെ വരുന്ന ചില പകർച്ചവ്യാധികളൊക്കെ അതിന്റെ ഭാഗമാണ് ഗാസ്ട്രോ എന്ററൈറ്റിസ് കേട്ടോ. പിന്നെ വരുന്നതാണ് മെനിഞ്ചൈറ്റിസ്. മെനിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെനിഞ്ചസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങള്? നമ്മുടെ തലച്ചോറ് അല്ലെ, നമ്മുടെ ബ്രെയിൻ, നമ്മുടെ സ്പൈനൽ കോഡ്, സുഷുമ്ന, അതന്നെ സുഹൃത്ത് കറക്റ്റ് ആണ്. ബ്രെയിനിൽ നമ്മുടെ സുഷുമ്ന നാഡിയൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ സ്പൈനൽ കോഡ്, അതിനെയൊക്കെ കവർ ചെയ്യുന്ന ഒരു മെംബ്രെയിൻ ആണ് മെനിഞ്ചസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ ആണ് കേട്ടോ, വീക്കം എന്നാണ് പറയാ. ഇൻഫ്ലമേഷൻ ഓഫ് ദ മെനിഞ്ചസ്, അതന്നെ, അതെ കറക്റ്റ് ആണ് സുഹൃത്ത്. കവറിംഗ് ഉണ്ടല്ലോ, അവയ്ക്ക് ഒരു കവറിംഗ് ഉണ്ട്. അപ്പൊ അതിന് വരുന്ന വീക്കമാണ് കേട്ടോ, ഇൻഫ്ലമേഷൻ ആണ്. മസ്തിഷ്ക ജ്വരം എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ തോന്നുന്നു. മെനിഞ്ചൈറ്റിസ് കേട്ടോ. പിന്നെ വരുന്നതാണ് ന്യൂമോണിയ. ന്യൂമോണിയ ഏതിന് വരുന്നതാണ്? ശ്വാസകോശത്തിന് വരുന്ന അസുഖമാണ് അല്ലെ. ബാക്ടീരിയൽ ന്യൂമോണിയ ഉണ്ട്, വൈറൽ ന്യൂമോണിയ ഉണ്ട്. അപ്പൊ ന്യൂമോണിയ, ഈ പറയുന്ന അസുഖങ്ങളെല്ലാം കോമൺ ആയിട്ട് കണ്ടുവരുന്ന നോസോകോമിയൽ ഇൻഫെക്ഷൻസ് ആണ് കേട്ടോ. ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്: യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ്, ഗാസ്ട്രോ എന്ററൈറ്റിസ്, മെനിഞ്ചൈറ്റിസ്, ന്യൂമോണിയ. ഓക്കെ, താഴെ തന്നിരിക്കുന്നവയില്
നോസോകോമിയൽ ഇൻഫെക്ഷൻസിൽ ഉൾപ്പെടുന്നത് ഏതാണ് എന്ന് ചോദിച്ചാൽ ഇതിന് ഏതെങ്കിലുമൊക്കെ വരും കേട്ടോ. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കാം. അടുത്തത് നോക്കാം. The symptoms of these infections may consist of. ഇനി ഇത്തരം അസുഖങ്ങൾക്ക് നോസോകോമിയൽ ഇൻഫെക്ഷന്റെ സിംറ്റംസുകൾ, അതായത് ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഉണ്ടാവുക? ഡിസ്ചാർജ് ഫ്രം എ വൂണ്ട്. വൂണ്ട് എന്ന് വെച്ചാൽ എന്താണ്? മുറിവാണ്. ഓക്കെ, ഡിസ്ചാർജ് ഫ്രം എ വൂണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, സർജറി ഒക്കെ ചെയ്യുമ്പോൾ അതിൽ നിന്നൊക്കെ വരുന്ന ഡിസ്ചാർജുകൾ, പസ് പോലെയൊക്കെ വരാം, പഴുപ്പ് പോലെയൊക്കെ വരാം കേട്ടോ. അപ്പൊ ഡിസ്ചാർജ് ഫ്രം എ വൂണ്ട്, അത് പഴുപ്പ്. അതുപോലെ ഫീവർ, പനി വരും നമുക്ക്. അതുപോലെ തന്നെ കഫ്, ഫീലിംഗ് ഓഫ് സഫോക്കേഷൻ, ഭയങ്കര ചുമ വരാം, ഫീലിംഗ് ഓഫ് സഫോക്കേഷൻ, നമുക്കൊരു എന്താ പറയുക, ശ്വാസം എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്, ബ്രീത്തിങ് ഡിഫിക്കൽട്ടി, ഒരു ഭയങ്കര സഫോക്കേഷൻ ഫീൽ ചെയ്യും നമുക്ക്, ശരിയായിട്ട് ശ്വാസം വലിക്കാൻ പറ്റാത്തൊരു അവസ്ഥ പോലെ നമുക്ക് വരും. ഓക്കെ, പിന്നെന്താണ്? ബേണിംഗ് വിത്ത് യൂറിനേഷൻ ഓർ ഡിഫിക്കൽട്ടി ഇൻ യൂറിനേഷൻ. നമ്മൾ ഈ മൂത്രം ഒഴിക്കുന്ന സമയത്ത് ഒരു ബേണിംഗ് സെൻസേഷൻ, യൂറിനറി ട്രാക്ട് ഓഫ് ഇൻഫെക്ഷൻ വന്നവർക്ക് അറിയാൻ പറ്റും അല്ലെ. യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് ഒരു ബേണിംഗ് സെൻസേഷൻ ആണ്, അല്ലെങ്കിൽ നമുക്ക് യൂറിനേറ്റ് ചെയ്യാൻ വരുന്ന ഒരു ബുദ്ധിമുട്ട്, പെയിൻ, അതൊക്കെ അതിന്റെ ഭാഗമാണ്. ഹെഡ് ഏക്ക് കേട്ടോ, തലവേദന. അതുപോലെ തന്നെ നോസിയ, വൊമിറ്റിംഗ് ആൻഡ് ഡയറിയ കേട്ടോ. ഓക്കെ, അറിയാലോ നോസിയ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതാണ് കേട്ടോ, ഒക്കാനം. ഓക്കെ, ഒക്കാനം ഒരു വൊമിറ്റിംഗ് ടെൻഡൻസി ആണ്. പിന്നെ വൊമിറ്റിംഗ് ഉണ്ട്, ഡയറിയ ഉണ്ട്, ഛർദി, അതുപോലെ വയറിളക്കം ഒക്കെ അതിന്റെ സിംറ്റംസുകളാണ് കേട്ടോ. അതൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കാം. പിന്നെ നോക്കാം, people who experience new symptoms in the course the same may also experience pain and irritation at the infection site. Many will experience noticeable symptoms. ചില ആളുകൾക്ക് ഈ പറയുന്ന ഇൻഫെക്ഷൻ സൈറ്റിൽ ഭയങ്കരമായിട്ടുള്ള പെയിൻ, അതുപോലെ തന്നെ ഭയങ്കരമായൊരു ഇറിറ്റേഷൻ ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നതായിട്ട് ചെയ്യാം. അതുപോലെ തന്നെ ചിലവർക്ക് വളരെ നോട്ടീസബിൾ ആയിട്ടുള്ള, വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ലക്ഷണങ്ങളും ചിലർക്ക് ഉണ്ടാവാം. ഇതൊക്കെ ശ്രദ്ധിക്കപ്പെടുന്നത് തന്നെയാണ് കേട്ടോ. പക്ഷെ ഇതിന്റെ ഒരു സിവിയർ ആയിട്ടൊക്കെ ചിലപ്പോൾ വരാം. ഓക്കെ, ആ രീതിയിലും ലക്ഷണങ്ങൾ വരാമെന്നാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇത്ര മതി കേട്ടോ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് സോഴ്സസ്, മറ്റും നമുക്ക് മോഡ് ഓഫ് ട്രാൻസ്മിഷനും ഒക്കെ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോ ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോണ്ടാ. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നോസോകോമിയൽ ഇൻഫെക്ഷൻസിലെ മൂന്നാമത്തെ പോയിന്റ് ഒന്ന് പറയോ മാം? മൂന്നാമത്തെ ഏതാണോളെ? ഇൻഫെക്ഷൻ മസ്റ്റ് അറൈസ് എന്ന് പറഞ്ഞിട്ട് കാരണങ്ങൾ, റീസൺസ് ഉണ്ടല്ലോ. അപ് ടു 48 hours, പിന്നെ അപ് ടു 3 days, അതിന് ശേഷമുള്ള ആ മൂന്നാമത്തെ പോയിന്റ്. അതായത് ഇൻ എ ഹെൽത്ത് കെയർ ഫെസിലിറ്റി വെൻ സംവൺ വാസ് അഡ്മിറ്റഡ് ഫോർ റീസൺസ് ആക്സെപ്റ്റ് ഫോർ ദ ഇൻഫെക്ഷൻ. അതായത് ഇൻഫെക്ഷൻ അല്ലാത്ത കാരണം കൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ. അണുബാധയല്ല, അല്ലാതെ വല്ല സർജറിക്കായിട്ടോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ. അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ നിന്നും ഇത്തരം ഇൻഫെക്ഷൻസ് ഉണ്ടാവാം എന്നാണ് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഹെൽത്ത് കെയർ, ഏതെങ്കിലും ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ നിന്ന് ഇൻഫെക്ഷൻ ഉണ്ടാവാം. മനസ്സിലായല്ലോ? ഇത്രയേ ഉള്ളൂ. അത് ക്ലിനിക് ആവാം, ചിലപ്പോ വല്ല എന്താ പറയാ ലാബ് ആവാം. ഓക്കെ, അങ്ങനെയുള്ള ഏത് ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ നിന്നും നമുക്ക് ഇത്തരം അണുബാധ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ഈ പറയുന്ന പോലെ അഡ്മിറ്റ് ആയതിനു ശേഷം, അഡ്മിറ്റ് ആയിട്ട് 48 മണിക്കൂറിന് ശേഷം ഈ രോഗലക്ഷണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് നോസോകോമിയൽ ഇൻഫെക്ഷൻ ആണ്. അതുപോലെ നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്നത് വരെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ രോഗലക്ഷണങ്ങൾ ഉണ്ടാവില്ല, പക്ഷെ രോഗാണു നമ്മുടെ ശരീരത്തിൽ കയറിയിട്ടുണ്ടാവും. നമ്മൾ വീട്ടിൽ ചെന്ന് 2-3 ദിവസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ലക്ഷണങ്ങൾ നമ്മൾ പുറത്തു വരാൻ തുടങ്ങും. അതിനെ നമുക്ക് നോസോകോമിയൽ ഇൻഫെക്ഷൻ ആയിട്ട് പറയാം. മനസ്സിലായല്ലോ? ഇത് ഏത് ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ നിന്നും ഇൻഫെക്ഷൻ വരാമെന്നാണ് പറയുന്നത്. മനസ്സിലായോ? പോയാ? ഓക്കെ, പറഞ്ഞു. മോസ്റ്റ് കോമൺ ടൈപ്പ് HAIR ഇല്ല, അതിന്റെ പിന്നെ നാലാമത്തെ പോയിന്റ് ഒന്ന് പറഞ്ഞു തരുമോ? മെനിഞ്ചൈറ്റിസ് കേട്ടോ. മെനിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞാല് ഇൻഫ്ലമേഷൻ ഓഫ് ദ മെനിഞ്ചസ് ആണ്. മെനിഞ്ചസ് എന്ന് പറഞ്ഞാല് നമ്മുടെ ബ്രെയിൻ, നമ്മുടെ തലച്ചോറ്, നമ്മുടെ സുഷുമ്ന നാഡിനെയൊക്കെ ഒരു കവറിംഗ് ഉണ്ട്. നമ്മുടെ ബ്രെയിനെയും അതുപോലെ സുഷുമ്ന നാഡിനെയൊക്കെ ഒരു കവറിംഗ് ഉണ്ട്, ഒരു മെംബ്രെയിൻ. ആ മെംബ്രെയിന് പറയുന്ന പേരാണ് മെനിഞ്ചസ് എന്നാണ് പറയുക. മെനിഞ്ചസ്, ആ കവറിങ്ങിന്, ആ മെനിഞ്ചസിന് വരുന്ന വീക്കമാണ്. ഓക്കെ, ഇൻഫ്ലമേഷൻ വരും. ആ ഒരു അവസ്ഥയാണ് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. അത്യാവശ്യം ഗുരുതരമായിട്ടുള്ള ഒരു അസുഖമാണ് കേട്ടോ അത്, മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയാം, ഗ്യാസ്ട്രോ.
ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആമാശയ സംബന്ധമായിട്ട് കുടൽ സംബന്ധമായിട്ട് എൻട്രോ നിങ്ങൾ പഠിച്ചില്ലേ ഗ്യാസ്ട്രോ എൻറ്ററോളജി ഡിപ്പാർട്ട്മെന്റിൽ പഠിച്ചില്ലേ എൻറ്ററോളജി എൻറ്ററോ എന്ന് കേട്ട് കഴിഞ്ഞാൽ കുടലാണ് കേട്ടോ കുടലാണ്. അപ്പൊ ഗ്യാസ്ട്രോ എൻട്രോളജി എന്ന് പറഞ്ഞാൽ നമുക്ക് ആമാശയ സംബന്ധമായിട്ട് കുടൽ സംബന്ധമായിട്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, അതായത് ഡയേറിയ പോലെയൊക്കെ വരില്ലേ നമുക്ക്, വയറിളക്കം വയറുവേദന അങ്ങനെയൊക്കെ വരില്ലേ, അത് ഓക്കെ അതാണ് കേട്ടോ ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് എന്നതോട് ഉദ്ദേശിച്ചത്. ഓക്കെ ആണോ? ഓക്കെ, താങ്ക് യു മാം. ശരി കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.